തുടങ്ങിയത്. അപ്പോ ഏപ്രിൽ 10, 1939 ബുക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള 3-4 വർഷങ്ങളില് നമുക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മളുടെ ഈ ചിറക് വെച്ച് പറക്കാൻ ശ്രമിക്കുന്ന ഈ ഫെലോഷിപ്പിനുണ്ടായി. അതിനകത്ത് മെയിൻ ഒരു കാര്യമാണ് ആശുപത്രികള് അമേരിക്കയിൽ എല്ലായിടത്തും സ്ഥാപിക്കുക, ബുക്ക് ഇറക്കുക, പെയ്ഡ് മിഷണറിമാരെ നിയമിക്കുക, അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് ആശുപത്രികളിലേക്ക് രോഗികളായ മദ്യാസക്ത രോഗികളെ കണ്ടുപിടിച്ചെത്തിക്കുക എന്നൊക്കെയുള്ള പ്ലാനുകളായിരുന്നു. പക്ഷെ അവസാനം അത് ബുക്കിൽ വന്ന് നിന്നതൊക്കെ ആയിട്ട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയിലെല്ലാം നമ്മൾ ആക്രോൺ ഗ്രൂപ്പിനെ കുറിച്ചും അവിടെ നമ്മുടെ ബുക്കിന് മറ്റേ ഫണ്ട് റേസിങ്ങിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ അടുത്ത് പോയി നമ്മൾ ഫണ്ട് അഭ്യർത്ഥിക്കുന്നതും വളരെ കുറഞ്ഞൊരു തുക നമുക്ക് ലഭിക്കുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം ആ ചരിത്രകാരൻ വീണ്ടും ഒരു ബിൽ സ്റ്റോറി ലേറ്റ് മെയ് 1938 എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡിങ്ങില് ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് ബില്ല് എങ്ങനെയാണ് ബുക്കിന്റെ രചനയിലേക്ക് എത്തിച്ചേരാനായിട്ട് കാണിച്ച കുറെ പരിശ്രമങ്ങളുണ്ട്. അതിന്റെ ഭാഗം വായിച്ച് ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളത്തിലേക്ക് ഞാൻ സംസാരിക്കാം. എന്തുകൊണ്ട് ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം സംസാരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളിപ്പോ കാണാതെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പെട്ടെന്ന് തന്നെ വായിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോ ബിൽ സ്റ്റോറി ലേറ്റ് മെയ് 1938, 1938 ബില്ലിന്റെ കഥകൾ. ബിൽ വിൽസൺ കെയിം ഹോം ഫ്രം അക്രോൺ എൻഷുർ ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്. അതായത് അക്രോണിൽ ബോബിന്റെ അടുത്തുള്ള മീറ്റിംഗിലെല്ലാം പങ്കെടുത്ത് ഈ പറയുന്ന ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം അക്രോണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് തിരിച്ചു വരികയാണ്. He and Hank would continue trying to raise money for the new alcoholic fund from individuals, business and other foundations. അതായത് ഹാങ്കും ബിൽ ഡബ്ല്യുവും കൂടി പണം ശേഖരിക്കാൻ, അതായത് ആൽക്കഹോളിക് ഫണ്ട് എന്ന് പറയുന്ന ഒരു ആൽക്കഹോളിക് ഫണ്ട് ശേഖരിച്ചാലാണ് ബുക്ക് ഇറക്കാൻ കഴിയുള്ളൂ. വ്യക്തികളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റു ഫൗണ്ടേഷനുകളിൽ നിന്നും ഒക്കെ പണം ശേഖരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ബട്ട് വാട്ട് ഇഫ് എനിത്തിങ്, ഒന്നും കിട്ടിയില്ല. ഷുഡ് ബി ഡൺ അബൌട്ട് ദിസ് പ്ലാൻ ഫോർ എ ബുക്ക്. അപ്പൊ ഈ ബുക്കിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾക്ക് ഒന്നും വർക്ക്ഔട്ട് ആയില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ അക്രോൺ വെയർ അൺകംഫർട്ടബിളി വിത്ത് ദ പ്രൊപ്പോസൽ ആൻഡ് സം ഓഫ് ദം വെയർ ആക്റ്റീവ്ലി ഓപ്പോസിറ്റ് ടു ഇറ്റ്. അതായത് അക്രോണിൽ ഉണ്ടായ നമ്മുടെ അംഗങ്ങളെല്ലാം ഭൂരിഭാഗവും അല്ലെങ്കിൽ എല്ലാവരും തന്നെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഭൂരിഭാഗം അംഗങ്ങളും എന്താണ്, ഈ ബുക്കിന് എതിരായിട്ട് സംസാരിച്ചു. ബുക്ക് ഇറക്കേണ്ട അതൊരു അൺകംഫർട്ടബിൾ ആണ്, അല്ലെങ്കിൽ ആ പ്രൊപ്പോസലിനോട് അവര് എതിർത്ത് നിന്നു. മേ ബി ഇറ്റ് വാസ് എ ബാഡ് ഐഡിയ, ഇതൊരു വലിയ തെറ്റായ ആശയമാണ് എന്ന് അവർ വിചാരിച്ചു. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഹൗ ഓപ്പൺലി ആൻഡ് വിഗ്രസ്ലി ബിൽ ഹാഡ് പ്രൊമോട്ടഡ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് ദ ബുക്ക് ഇൻ ന്യൂയോർക്ക്. പക്ഷെ ബില്ല് ഈ വലിയ ആവേശത്തോടെ ന്യൂയോർക്കിലുള്ള നമ്മുടെ അംഗങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ബുക്ക് എഴുതാനുള്ള ആശയങ്ങൾ വിതരണം ചെയ്തത് എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇറ്റ് വാസ് ഐഡന്റിഫൈഡ് എ സെൻട്രൽ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഹിസ് റിട്ടേൺ. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് ശേഷം ന്യൂയോർക്ക് ഗ്രൂപ്പിലെ, അതായത് അക്രോണിൽ നിന്ന് ബിൽ ഡബ്ല്യു തിരിച്ചു വന്നതിന് ശേഷം ന്യൂയോർക്ക് ഗ്രൂപ്പിലെ ഏറ്റവും ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു, ബുക്ക് എഴുതുന്നതിനെ കുറിച്ചാണ്. 2 months later, he wrote Dr. Bob a long letter explaining what had happened. 2 മാസത്തിന് ശേഷം അദ്ദേഹം ഡോക്ടർ ബോബിന് ഒരു കത്ത് എഴുതുന്നുണ്ട് ബിൽ ഡബ്ല്യു, എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചുകൊണ്ട്. After getting home from Akron, I had about concluded to let the book idea like it quite while people thought it over. അപ്പം അക്രോണിൽ നിന്ന് തിരിച്ചു വന്നപ്പോ എല്ലാവരും ആളുകൾ വിചാരിച്ചിരുന്നത് ബുക്കിന്റെ ആശയങ്ങൾ ഏകദേശം തീർന്നു, ആ ഐഡിയ നശിച്ചു പോയിരിക്കുന്നു എന്നാണ് ചിന്തിച്ചത്. Certainly the real possibility of writing the book was something you people had only just begun to consider. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബുക്ക് എഴുതണം, അതിനെപ്പറ്റി നിങ്ങൾ അവിടെയുള്ള ആളുകൾ ചെറുതായിട്ടെങ്കിലും പരിഗണിക്കണം. ആൻഡ് ദ ഒബ്ജക്ഷൻസ് റൈസ്ഡ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ആൻഡ് ഡിഫിക്കൽട്ടീസ് സച്ച് എ വെഞ്ചർ. അപ്പൊ അവിടെ നിന്ന് ആളുകൾ ഇതിനെതിരായി സംസാരിച്ചത് അപകടവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ് ഈ പുതിയ സംരംഭത്തിന്. പർട്ടിക്കുലർലി ഫിയർ ഓഫ് അൺഡിസൈറബിളി പബ്ലിസിറ്റി. അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഈ പുസ്തകം ഇറക്കുന്നതിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് അഭികാമ്യമല്ലാത്ത വലിയ പൊതു പബ്ലിസിറ്റി കിട്ടും, അല്ലെങ്കിൽ
പൊതുവായിട്ട് എല്ലാവരും അറിയപ്പെടും. സീംസ് ടു ഹാവ് സ്ട്രക്ക് എ കോഷണറി നോട്ട് വിത്ത് വിൽസൺ. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പുമായിട്ടാണ് ബിൽ വിൽസൺ ആ കത്ത് എഴുതുന്നത്. However, the Eastern members were typically unimpressed with Akron's objections. ഇപ്പൊ ന്യൂയോർക്കിലുള്ള എന്ന് വെച്ചാൽ ഈസ്റ്റേൺ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ന്യൂയോർക്കിലുള്ള അംഗങ്ങള് അക്രോണിലെ ഈ ഒബ്ജക്ഷൻസ്, ഇവരുടെ എതിർപ്പിയുടെ വകവെച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് അത്ര താല്പര്യം ഉണ്ടായില്ല. They wholeheartedly got behind the idea of writing own book. അവരെല്ലാവരും ഈ ഒരു ആശയത്തോട്, ബുക്ക് എഴുതുന്ന ആശയത്തോട് ആം, പിൻബലം കൊടുത്തു നിന്നു. എ ലോട്ട് ഓഫ് ന്യൂയോർക്ക് പീപ്പിൾ തോട്ട് ദ ബുക്ക് വാസ് എ ഗ്രേറ്റ് ഐഡിയ. ന്യൂയോർക്കിലെ എല്ലാ അംഗങ്ങളും തന്നെ ചിന്തിച്ചത് ബുക്കിന്റെ ഐഡിയ അല്ലെ അതൊരു വലിയ ആശയമാണ്. ആൻഡ് ദ മോസ്റ്റ് ആർഡൻ ചാമ്പ്യൻ ടേൺഡ് ഔട്ട് ടു ദ ഫ്രാങ്കോ ആമോസ് ഹു വാസ് ക്വൈറ്റ് അഫെയർ വിത്ത് ദ പ്രൊജക്ട്. അതായത് ഫ്രാങ്കോ ആമോസ് എന്ന് പറയുന്ന റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ അംഗം ഇതിന് കൂടുതൽ ശാന്തമായിട്ട്, കൂടുതൽ നല്ലൊരു അപ്രോച്ച് കൊടുക്കുകയും ചെയ്തു, സമീപനം കൊടുക്കുകയും ചെയ്തു വിത്ത് ദ പ്രൊജക്ട്, ടെല്ലിംഗ് ബിൽ ദാറ്റ് ഇൻ ഹിസ് ഒപ്പീനിയൻ സംതിങ് ought to be started right away. അതായത് അദ്ദേഹം ബില്ലിനോട് പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യം ഉടൻ ചെയ്യേണ്ടതുണ്ട്, ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേണ്ടതുണ്ട്. സിൻസ് ദേ വേർ ബോത്ത് മച്ച് മോർ ഇൻ ടച്ച്, അവർ രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. ആൻഡ് ഇൻ ഗ്രേറ്റർ സിമ്പതി, വളരെ കാരുണ്യത്തോടെ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. വിത്ത് ദെയർ സോ ഫാർ സക്സസ്ഫുൾ ഫണ്ട് റൈസിംഗ് ഓഫ് ഇറ്റ്. അവരുടെ അതിനു മുമ്പുണ്ടായ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെയും ആളുകളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, സ്ഥാപനങ്ങളിൽ നിന്നും, ഫൗണ്ടേഷനിൽ നിന്നൊക്കെ പൈസ മേടിക്കാൻ പറ്റാത്തതിന്റെയും അങ്ങനെ വിജയകരമല്ലാത്ത പല ഫണ്ട് റൈസിംഗ് എഫേർട്ടിനു ശേഷമാണ് അവര് പരസ്പരം ബന്ധപ്പെട്ടിരുന്നത്. ഇറ്റ് വാസ് ക്ലിയർ ടു ദ ന്യൂയോർക്ക് മെമ്പേഴ്സ് ആൻഡ് ദ റോക്ക്ഫെല്ലർ മെൻ ദാറ്റ് ദ എമൗണ്ട് ഓഫ് മണി നീഡഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് മിഷണറീസ് വാസ് നോട്ട് ലൈക്ലി ടു ബി ഫോർത്ത് കമ്മിങ്. അതായത് ആശുപത്രികൾക്കും പെയ്ഡ് മിഷണറിമാരെ നിയമിക്കുന്നതിനുള്ള പൈസ ഏതായാലും വരില്ല എന്ന് റോക്ക്ഫെല്ലറിലെ ആളുകളും അതോടൊപ്പം തന്നെ ന്യൂയോർക്കിലെ ആളുകളും വിശ്വസിച്ചു. എനി ടൈം സൂൺ ദാറ്റ് ദ ബുക്ക് പ്രപ്പോസൽ ഓഫേർഡ് ഫാർ ലെസ് എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെയാണ് ബുക്കിന്റെ ഒരു ആശയം അല്ലെങ്കിൽ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് അത്രമാത്രം എക്സ്പെൻസ് ആവില്ല, ചെലവ് വഹിക്കില്ല. അതുകൊണ്ട് ആ പ്രപ്പോസൽ ഓഫർ ചെയ്തു. മച്ച് മോർ അക്സെപ്റ്റബിൾ വെഹിക്കിൾ ഫോർ സ്പ്രെഡിങ് ദ മെസ്സേജ് ഓഫ് റിക്കവറി ക്വിക്ക്ലി. അതായത് ഈ പറയുന്ന വീണ്ടെടുക്കൽ, മദ്യാസക്തരെ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു വാഹനമായിട്ട് ഈ ബുക്കിനെ അവർ കണ്ടു. അത് ലോകം മുഴുവൻ പെട്ടെന്ന് അക്സെപ്റ്റബിൾ ആകുമെന്ന് അവര് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അക്സെപ്റ്റ് ആകുമെന്ന് അവർ വിശ്വസിച്ചു. വിത്ത് സച്ച് ലിമിറ്റഡ് റിസോഴ്സ്. അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചുകൊണ്ട് ദിസ് വാസ് ദ പ്ലേസ് വേർ ദേ ഷുഡ് ബി പുട്ടിംഗ് ദർ ടൈം ആൻഡ് എനർജി. അതുകൊണ്ട് തന്നെ അവരുടെ സമയവും ഊർജവും ഈ ബുക്കിന്റെ രചനയിലേക്ക് ഇടാനായിട്ട് അവർ തീരുമാനിച്ചു. വാട്ട് എവർ പാർട്ട് ബിൽ മേ ഹാവ് പ്ലേഡ് ഇൻ ദിസ് ആർഗ്യുമെന്റ്സ്. അതായത് ബില്ല് ഈ ആർഗ്യുമെന്റ്സിൽ എന്ത് ഭാഗമാണോ വഹിച്ചത്, വാസ് ഹി കൺവിൻസ്ഡ് ഓർ വാസ് ഹി കൺവിൻസിങ്, മറ്റുള്ളവരെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ അയാൾക്ക് സ്വയമായിട്ട് ബോധ്യപ്പെട്ടോ എന്ന് അറിയത്തില്ല. ഹി ക്വിക്ക്ലി അഡോപ്റ്റഡ് ദ പൊസിഷൻ ദാറ്റ് എ ബുക്ക് വാസ് എസെൻഷ്യൽ ഫോർ ദം ടു മൂവ് ഫോർവേഡ് അറ്റ് ദിസ് ടൈം. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബുക്ക് എഴുതേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആസ് ഹി എക്സ്പ്ലെയിൻഡ് ഇറ്റ് ടു ഡോക്ടർ ബോബ് 2 months ആഫ്റ്റർ ദ ഫാക്ട്. 2 മാസത്തിന് ശേഷം ഡോക്ടർ ബാബുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് കത്തെഴുതുന്നുണ്ട്. ഹി ഡിസൈഡ് ഇറ്റ് വാസ് എ ക്രിട്ടിക്കൽ ഫോർ ദം ടു മേക്ക് എ ടെൻഡന്റീവ് സ്റ്റാർട്ട് ടു ദ ബുക്ക് പ്രൊജക്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഒരു ചെറിയ തോതിലെങ്കിലും ബുക്ക് പ്രോജക്റ്റിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയില്ലെങ്കിൽ അത് വളരെ ക്രിട്ടിക്കൽ ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. കൺസിഡറിങ് ദ റേറ്റ് അറ്റ് വിച്ച് വി ഗ്രോ. ഫ്രാങ്കോമോസ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കത്തിൽ പറയാണ്, ഫ്രാങ്കോമോസ് പറയുന്നതനുസരിച്ച് നമ്മുടെ സമൂഹം എണ്ണത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് അതേഴ്സ് ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഞാനും മറ്റുള്ളവരും ചിന്തിക്കുന്നത് പബ്ലിസിറ്റി വുഡ് കം എനി ഹൗ. ഏതായാലും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മുടെ പബ്ലിസിറ്റി സ്വാഭാവികമായിട്ടും വന്നു വരും. വൈ ദേ നോട്ട് അവർ ഓൺ അനോണിമസ് വ്യൂ ഓഫ് ourselves is precluding the possibility that someone else grabbed. അതായത് നമുക്ക് നമ്മുടേതായ ഒരു അനോണിമസ് കാഴ്ചപ്പാടിലൂടെ നമുക്ക് എന്തുകൊണ്ട് ഈ ബുക്കിന്റെ ഈ കാര്യങ്ങളെ തടയാതെ തന്നെ പോസിബിലിറ്റി, ഒരു സാധ്യതയിലേക്ക് എന്തുകൊണ്ട് വന്നുകൂടാ? ദാറ്റ് someone else grabbed the situation before we had a chance to say anything. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പോസിബിലിറ്റിയിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ബുക്ക് എഴുതാൻ നമുക്ക് ശ്രമിക്കണം. Thus we came to the
കൺക്ലൂഷൻ ദാറ്റ് ഇൻ എ ടെൻറ്ററ്റീവ് ബിഗിനിങ് ഷുഡ് ബി മെയ്ഡ്. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു തുടക്കം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻ ദിസ് ഫാഷൻ ഹാവിംഗ് സം ഡെഫിനിറ്റ് പ്രൊപ്പോസൽ ലേഡ് ഔട്ട്, സം പ്രിന്റിംഗ് ഡൺ. അപ്പൊ നമുക്ക് ചില പ്രൊപ്പോസലുകൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് വെക്കണം, തീർച്ചയായും വെക്കണം. എന്നിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടി വരും. വി വുഡ് ഹാവ് എ കോൺക്രീറ്റ് ബേസിസ് ഫോർ ഡിസ്കഷൻ. നമ്മൾക്ക് അതിനു മുമ്പ് നല്ല ഒരു ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആൻഡ് സോ ഡിസ്പൈറ്റ് ഓൾ ദ സ്ട്രോങ് ഓപ്പോസിഷൻ, അതായത് എതിർപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഹി ഹാഡ് സോ റീസെന്റ് എൻകൗണ്ടേർഡ് ഇൻ അക്രോൺ. അതായത് ബിൽ അക്രോണിൽ പോയപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം മോശമായ അനുഭവമാണ് അവിടെ ഉണ്ടായത്. ബിൽ വിൽസൺ ബിഗാൻ ടു റൈറ്റ് ദ ബിഗ് ബുക്ക് ഇൻ മെയ് 1938. എന്നിരുന്നാൽ തന്നെയും മെയ് 1938 ബിൽ വിൽസൺ ബുക്ക് എഴുതാൻ തുടങ്ങി. ആൻഡ് ഹി ഡിഡ് സോ വിത്തൗട്ട് ടെല്ലിംഗ് എനിവൺ ഇൻ ഒഹായോ. ഇതേ സമയം ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒഹായോയിലെ ആരെയും അറിയിച്ചില്ല. ഹി ഹാഡ് മെയ്ഡ് ദാറ്റ് ഡിസിഷൻ ഓർ ദാറ്റ് ഹി ഹാഡ് ഓൾറെഡി ബിഗാൻ ടു വർക്ക് ഓൺ ദ പ്രൊജക്ട്. അദ്ദേഹം സ്വയം ആ തീരുമാനം എടുക്കുകയും പ്രൊജക്ടിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അക്രോൺ വുഡിൻ ബി ഇൻഫോംഡ് അബൌട്ട് എനി ഓഫ് ദീസ് ഡെവലപ്മെന്റ്സ് അൻറ്റിൽ ബിൽ റോട്ട് ടു ബോബ് ഇൻ ലേറ്റ് ജൂൺ. ജൂൺ മാസത്തിലെ ഡോക്ടർ ബോബിന് ഒരു കത്ത് എഴുതുന്നത് വരെ അക്രോണിലെ ആരെയും അദ്ദേഹം ഇത് അറിയിച്ചില്ല. അടുത്തത് ഹാങ് പി ഫണ്ട് റൈസിംഗ് പ്ലാൻ ഫോർ ദ ബിഗ് ബുക്ക്. അതായത് നമ്മുടെ അന്നത്തെ അംഗമായിരുന്ന ഹാങ് പിയുടെ പണം ശേഖരിക്കുന്നതിനുള്ള ആശയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ബിസൈഡ്സ് ഫ്രാങ്ക് ആമോസ്, ദ ന്യൂയോർക്കേഴ്സ് ഹു വാസ് മോസ്റ്റ് എക്സൈറ്റഡ് അബൌട്ട് റൈറ്റിംഗ് എ ബുക്ക് വാസ് ഹാങ് പക്കേഴ്സ്. അപ്പൊ ന്യൂയോർക്കേഴ്സ് ഫ്രാങ്ക് ആമോസും ന്യൂയോർക്കേഴ്സും അവർ വലിയ ജിജ്ഞാസയിലായി ഒരു ബുക്ക് എഴുതുന്നതിനെ പറ്റി. അതുപോലെ തന്നെയാണ് ഹാങ് പിയും. ദിസ് വാസ് ഡെഫിനറ്റ്ലി ഹിസ് കൈൻഡ് ഓഫ് പ്രൊജക്ട്. അതായത് അദ്ദേഹത്തിന്റെ ചില പദ്ധതികള്, ദയാപൂർണമായ പദ്ധതികൾ, വൺ ദാറ്റ് വുഡ് യൂട്ടിലൈസ് ഓഫ് ഹിസ് ഫോർബിഡബിൾ സെയിൽസ് ആൻഡ് പ്രൊമോഷണൽ സ്കിൽസ്. അതായത് ഹാങ് പി വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു, അദ്ദേഹത്തിന്റെ മാനേജറായിരുന്നു, അതിന്റെ ഹെഡായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രൊമോഷണൽ സ്കിൽസുകൾ, അതായത് ആ ബിസിനസ് ഉയർത്തി കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ചില കഴിവുകള്, സെയിൽസ് വിൽപ്പനയ്ക്കുള്ള അദ്ദേഹത്തിന്റെ കഴിവുകള് എല്ലാം, ആൻഡ് അലോ ഹിം ടു മേക്ക് എ സബ്സ്റ്റൻഷ്യൽ കോൺട്രിബ്യൂഷൻ ടു ദി ഗ്രോത്ത് ഓഫ് ദർ ന്യൂ മൂവ്മെന്റ്. അപ്പം ഇതെല്ലാം, ഈ കഴിവുകളെല്ലാം അയാള് ഈ പുതിയ പദ്ധതിയുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റി. ഹാങ് ടുക്ക് എ ബിസിനസ്മാൻസ് അപ്രോച്ച് ടു മോസ്റ്റ് തിങ്സ്. അതുകൊണ്ട് തന്നെ ഹാങ് ഒരു ബിസിനസ്മാന്റെ വ്യാപാര ഉടമയുടെ അപ്രോച്ചാണ്, സമീപനമാണ് ഈ കാര്യത്തിലെടുത്തത്. റെയർലി മിസ്സിംഗ് ആൻ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി. അദ്ദേഹം ഒരു സാമ്പത്തിക ലാഭത്തിനേക്കാൾ ഉപരിയായിട്ട്, ആൻഡ് സൂൺ ആഫ്റ്റർ ബിൽസ് റിട്ടേൺ ഫ്രം അക്രോൺ ഹി ബിഗാൻ ടു formulate a plan for how they might raise and then distribute the funds needed for the book project. ബിൽ വിൽസൺ അക്രോണിൽ നിന്ന് തിരിച്ചു വരുന്നതിനോടകം തന്നെ അദ്ദേഹം ചില പ്ലാനുകൾ, പദ്ധതികളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമുക്ക് ഫണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഈ ബുക്ക് പ്രൊജക്ടിനുള്ള ഫണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതിനെ കുറിച്ച്. ഹാങ്സ് പെർസിസ്റ്റൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ റിലേഷൻ ടു ഫിനാൻസിങ്, അത് സാമ്പത്തികത്തിലുള്ള അദ്ദേഹത്തിന്റെ ചില കഴിവുകളും അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു. ജസ്റ്റ് ടു ഓഫ് ദ ഗ്രേറ്റ് അസറ്റ്സ് ഹി വുഡ് ബ്രിങ് ടു ദി ബുക്ക് പ്രൊജക്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയും അദ്ദേഹത്തിന്റെ സാമ്പത്തിക റിലേഷനും, അതായത് അവിടെയുള്ള ആളുകളെയൊക്കെ അദ്ദേഹം പറയുന്നു, അതും ഈ ബുക്ക് പ്രൊജക്ടിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. വിത്തൗട്ട് വിച്ച് ദ ബുക്ക് വാസ് വി നോ ഇറ്റ് വുഡ് നെവർ ഹാവ് ബീൻ റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ്. അപ്പോ ഹാങ് പി ഇല്ലായിരുന്നുവെങ്കിൽ ബിഗ് ബുക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കാനോ എഴുതുവാനോ പ്രസിദ്ധീകരിക്കാനോ സാധിക്കില്ലായിരുന്നു എന്നാണ്. നെവർ ഹാവ് ബീൻ റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ് എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും എഴുതുകയോ അത് പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. ഹാങ് ഡിസ്കസ്ഡ് ദിസ് ഐഡിയാസ് ഇൻ ഡീറ്റെയിൽ വിത്ത് ബിൽ വിൽസൺ ആൻഡ് ബെർട്ട് ടൈലർ. ബെർട്ട് ടൈലറിനോടും ബിൽ വിൽസണോടും ഹാങ് ഈ ആശയത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു. ആൻഡ് ദെൻ റോട്ട് വൺ ഓഫ് ദ റാംബ്ലിംഗ് ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു ബോത്ത് മെൻ. അദ്ദേഹം 2 ലെറ്ററുകൾ ബിൽ വിൽസണും ബെർട്ട് ടൈലർക്കും എഴുതുന്നുണ്ട്. ടു ബോത്ത് മെൻ ഇൻ വിച്ച് ഹി റീക്യാപ്ഡ് ഹിസ് പ്ലാൻ ടു മേക്ക് ഷുവർ വി ആർ തിങ്കിങ് അലൈക്ക്. അതായത് സമാന രീതിയിൽ രണ്ടുപേരും ചിന്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ ലെറ്ററുകൾ എഴുതുന്നത്, ബിൽ വിൽസണും ബെർട്ട് ടൈലറിനും. ദ ലെറ്റർ ഡീറ്റെയിൽഡ് ഹൗ മച്ച് മണി ഹി തോട്ട്, മാത്രം പൈസയാണ് അതിന് വേണ്ടി വരുന്നത്, വുഡ് ബി നീഡഡ് ടു ഫിനാൻസ് ദ റൈറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് എ ബുക്ക്. അതായത് ഒരു ബുക്ക് എഴുതുന്നതിനും അത് പ്രസിദ്ധീകരിക്കുന്നതിനും എത്രമാത്രം പണം വേണ്ടി വരും. ആൻഡ് ഔട്ട്ലൈനോട് ഹൗ ദേ മൈറ്റ് അഡ്മിനിസ്റ്റർ ദ കളക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മണി. എങ്ങനെയാണ് പണം ശേഖരിക്കേണ്ടത്, എങ്ങനെയാണ് അത് വിതരണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശയം. ഓൾദോ
this first version of Hank's plan to raise money for the big book was not successful. ഈ ഹാങ്കിന്റെ ഈ പ്ലാനുകൾ ബിഗ് ബുക്കിന്റെ റേസ് പണം ശേഖരിക്കാനായിട്ട് പറ്റിയില്ല, അത് സക്സസ്ഫുൾ ആയില്ല. ഇറ്റ് ഡസ് പ്രൊവൈഡ് സം ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ് ഇൻ ടു ഹൗ ബോത്ത് ഹി ആൻഡ് ബിൽ വിൽസൺ. പണം ശേഖരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത്തരം ആശയങ്ങൾ ബിൽ വിൽസണും അദ്ദേഹത്തിനും ചില ആശയങ്ങൾ ഉള്ളിലേക്ക് കടന്നു വന്നു, ഉൾക്കാഴ്ചകൾ കിട്ടി. അണ്ടർസ്റ്റുഡ് ദയർ സിറ്റുവേഷൻ അറ്റ് ദിസ് ടൈം ആൻഡ് ഹൗ ദേ പ്ലാൻ ടു കോപ്പ് വിത്ത്. അദ്ദേഹം ഈ സിറ്റുവേഷനെ മനസ്സിലാക്കി, എങ്ങനെയാണ് ആ സിറ്റുവേഷനുമായി പൊരുത്തപ്പെടുന്നതെന്നും മനസ്സിലാക്കി. ഇറ്റ് ഈസ് ഓൾസോ വർത്ത് നത്തിങ് ദാറ്റ് ദിസ് മേ ലെറ്റർ കണ്ടെയ്ൻ ദ ജെം ഓഫ് ദിസ് ഐഡിയ വിത്ത് 5 months later. അപ്പൊ ഇത്തരം മെയിൽ എഴുതിയ ഈ ലെറ്ററിൽ ഈ ആശയത്തെ കുറിച്ച് പൂർണ്ണമായും അദ്ദേഹം നോട്ട് ചെയ്തിട്ടുണ്ട്. 5 months later, 5 മാസം ശേഷം, വുഡ് ബ്ലോസം ഇൻ ടു ഹാങ്സ് ഫോർമേഷൻ ഓഫ് ദ 100-man കോർപ്പറേഷൻ. അപ്പോ പണം ശേഖരിക്കാത്തതിനാലും പണം ലഭിക്കാത്തതിനാലും ഹാങ്ക് അടുത്ത ഒരു ആശയം വരുവാണ്. ദ 100-man കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിക്കുകയാണ്, പ്രിന്റിംഗ് കമ്പനി. ദ ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു പ്രൊപ്പോസൽ വാസ് ദാറ്റ് ദിസ് ഏറിയൽ വേർഷൻ വാസ് പ്രമൈസ്ഡ് ഓൺ ഡൊണേഷൻസ്. അതായത് മുൻപുള്ള അദ്ദേഹത്തിന്റെ ചിന്ത എന്ന് വെച്ചാൽ സംഭാവനകളിലൂടെ പണം ശേഖരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദി 100-man കോർപ്പറേഷൻ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയം വേറെയാണ്. അതായത് റിയലി ലോൺസ് ദാറ്റ് വുഡ് ബി റീപെയ്ഡ് ക്വിക്ലി ആസ് പോസിബിൾ ഫ്രം ദ ബുക്സ് പ്രോഫിറ്റ്. അതായത് ഈ പണം ഡൊണേഷൻസുകൾ സ്വീകരിച്ചതിന് ശേഷം ലോണുകൾ എടുത്തതിന് ശേഷം അവർക്ക് വീണ്ടും തിരിച്ചു കൊടുക്കുക, അതായത് അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ലാഭത്തിൽ നിന്ന് അവർക്ക് പണം തിരിച്ചു കൊടുക്കുക എന്നായിരുന്നു. rather than on the sale of stock that would have a cash value and also pay the shareholders ongoing dividends from the പ്രോഫിറ്റ്. പക്ഷെ 100-man കോർപ്പറേഷൻ അത് സ്റ്റോക്ക് വിറ്റഴിച്ചുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഹാങ് ബിഗിൻസ് ഹിസ് ലെറ്റർ ബൈ റിമൈൻഡിങ് ദ 2 men of the plan to expand the current alcohol fund into a ഫുള്ളി ഫ്ലെഡ്ജഡ് ഫൗണ്ടേഷൻ. അതായത് ഹാങ്ക് രണ്ട് ലെറ്ററുകളായി അവർക്ക് ഈ പ്ലാനുകൾ പറയുകയും ആൽക്കഹോളിക് ഫണ്ട് തീർച്ചയായും വികസിപ്പിക്കേണ്ടതുണ്ട്, ഈ പറന്നുയരാൻ തുടങ്ങുന്ന നമ്മുടെ ഫൗണ്ടേഷന് വേണ്ടി പണം ശേഖരിക്കേണ്ടതുണ്ട്. നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷൻ, ഒരു ലാഭവിഹിതമില്ലാത്ത ഫൗണ്ടേഷൻ ആയിരിക്കണം. ഇസ് ബീങ് ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിസമിനേറ്റ് ഫണ്ട് ഫോർ ദ ഫർദർ ഹാൻഡ്സ് ഓഫ് വർക്ക് എമോങ് ആൽക്കഹോളിക്സ്. അതായത് ഈ ഫണ്ട് രൂപീകരിക്കുന്ന ആൽക്കഹോളിക്സിന്റെ ഇടയിൽ പ്രവർത്തിച്ച് നമുക്ക് ഫൗണ്ടേഷന്റെ ഈ ഫണ്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഹിസ് understanding that a donation are to be solicited to this fund for the purpose of financing the writing and publishing of a book for alcoholics. അതായത് മദ്യാസക്തർക്ക് വേണ്ടി ഒരു ബുക്ക് എഴുതിക്കൊണ്ട് അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അതിന്റെ ഫിനാൻസിംഗ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് രൂപീകരിച്ചത്. ഇൻ Hangpi opinion, the minimum amount of the foundation should raise for the publishing work is $15,000. അന്നത്തെ കാലത്ത് $15,000 ആണ് മിനിമം ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കണക്ക് കൂട്ടിയത്. ആൻഡ് ദിസ് ഡൊണേഷൻ ഷുഡ് ബി സോളിസിറ്റഡ് നോട്ട് ഔട്ട്റൈറ്റ് കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് ഇത് കോൺട്രിബ്യൂഷനിലൂടെ അല്ലാതെ but with the understanding that they are loans to be repaid as soon as possible once he book was published and had begun to generate profits. അതായത് ഇനിയിപ്പോ ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ബിഗ് ബുക്കിന്റെ സെയിലിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിൽ നിന്നും അത് തിരിച്ചടയ്ക്കാനും കഴിയുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. വർക്കിംഗ് ഇൻ ടെൻഡം വിത്ത് ദിസ് ഫണ്ട് റൈസിംഗ് ഫൗണ്ടേഷൻ, ഹാങ് പ്രൊപ്പോസ്ഡ് ദെയർ വുഡ് ഓൾസോ ബി എ പ്രൈവറ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ. അദ്ദേഹം ഒരു പ്രൈവറ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷനും കൂടി സംഘടിപ്പിക്കാമെന്ന് അവർ ചിന്തിച്ചു. ഹി ഓൾസോ റെഫേഴ്സ് ടു ഇറ്റ് ഈസ് എ പബ്ലിഷിംഗ് ഫെയിം ഇൻ ദ ലെറ്റർ. അപ്പൊ അതെന്താണ് പ്രൈവറ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ? അത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ 100-man കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ബുക്ക് എഴുതുന്നതിനും, രണ്ടാമത്തത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിനും വേണ്ടിയിട്ട്. ദാറ്റ് വുഡ് ഓവർസീ ദ റൈറ്റിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ദ ബുക്ക്. അതായത് റൈറ്റിങ്ങിനും മാർക്കറ്റിങ്ങിനും പബ്ലിക്കേഷനും വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഇത് 100-man എന്ന് പറയുന്നത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്, രണ്ടാമത്തേത് എന്നുള്ളത് എഴുതുന്നതിനും വിതരണം ചെയ്യുന്നതിനും. ദിസ് ഇൻഡിപെൻഡന്റ് കൺസേൺ വുഡ് ബി റെസ്പോൺസിബിൾ ഫോർ പേയിങ് ഓൾ ഓഫ് ദ എക്സ്പെൻസസ്. അപ്പൊ ഇത് അങ്ങനെ ഒരു ഈ ബുക്കിനുണ്ടാകുന്ന എല്ലാ ചെലവുകളും കണ്ടുപിടിക്കുക. needed to support this effort both before and after the book was published. അതായത് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പും ശേഷം ഉണ്ടാകുന്ന
എല്ലാവിധ ചെലവുകളും. നോട്ട് ദാറ്റ് ഈവൻ അറ്റ് ദ ഇയർലി ഡേറ്റ് ഹാങ് പി വാസ് ഫാമിലി കമ്മിറ്റഡ് ടു ദ ഐഡിയ ദാറ്റ് ദേ ഷുഡ് ബി പബ്ലിഷിംഗ് ദി ബുക്ക് ദംസെൽവ്സ്. അതായത് ഹാങ്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കാം മറ്റാരുടെയും സമ്മതമില്ലാതെ, സമ്മതം മറ്റാരുടെയും സഹകരണമില്ലാതെ എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. ഓൾദോ ഹാങ് സജസ്റ്റ് 15,000 ആസ് ദ ഫണ്ട് റൈസിംഗ് കോൾ. അപ്പൊ $15,000 ആണ് അദ്ദേഹത്തിന്റെ ഫണ്ട് റൈസിംഗിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമെങ്കിലും ഹി സ്പെക്കുലേറ്റ്സ് ദാറ്റ് ദേ വിൽ മോസ്റ്റ് ലൈക്ലി നീഡ് ഓൺലി 10,000. അതായത് $10,000 ഉണ്ടെങ്കിൽ പോലും ടു ബ്രിങ് ദ ബുക്ക് ടു മാർക്കറ്റിലേക്ക് ബുക്ക് എത്തിക്കാൻ സാധിക്കും. Should this prove to be true, once the book is published, any remainder of the donation would be returned pro rate to the subscribers. അപ്പം ആരെങ്കിലും പണം തന്നു കഴിഞ്ഞാല് അവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പാകത്തിന് നമുക്ക് ഇത് the remaining 5,000 would immediately be apportionated and returned to the individual donors. അതായത് $15,000 കിട്ടുവാണെങ്കിൽ $10,000 ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനും $5,000 നമുക്ക് ഏതെങ്കിലും ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനും സാധിക്കുമെന്നുള്ളതാണ്. Then as the book began to sell, the first 50 cents of profit on each book would be returned through the foundation to the lenders. അപ്പം അതിനകത്ത് ബുക്ക് വെക്കുമ്പോൾ ഉണ്ടാകുന്ന 50 സെൻസ് ഫൗണ്ടേഷനിലെ ലെൻഡേഴ്സിന് കൊടുക്കാമെന്നും once the first 20,000 copies had been sold, the 10,000 balance in loan would have been paid back in full. അതായത് 20,000 കോപ്പികൾ വിറ്റഴിയുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും, അതായത് ബുക്കിന് വേണ്ടി ചെലവായ എല്ലാ പണവും പൂർണ്ണമായും തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇൻ അഡീഷൻ, ഇത് കൂടാതെ he noted that after all these loans had been retired, the ongoing income of 50 cents per book would go directly to the new foundation for their continuing work with the alcoholic project. അതായത് പിന്നീട് ഉണ്ടാവുന്ന പണം, അതായത് ഈ എല്ലാ ലോണുകളും പൂർത്തിയാക്കിയതിനു ശേഷം പിന്നെ കിട്ടുന്ന പണം അവർക്ക് നേരിട്ട് ഫൗണ്ടേഷന് കൊടുക്കാൻ സാധിക്കുമെന്നും ആ ഫൗണ്ടേഷന്റെ ആൽക്കഹോളിക് മദ്യാസക്തരെ കണ്ടുപിടിക്കാനുള്ള പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഓൾദോ ഹി ബിഗാൻ ബൈ ക്ലെയിമിംഗ് ഹിസ് റീസൺ ഫോർ റൈറ്റിംഗ് ദിസ് ലെറ്റർ വാസ് ടു സീ ഇഫ് യു ആർ തിങ്കിങ് ലൈക്ക്. അതായത് ആ കത്തുകളെല്ലാം എഴുതുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് കത്ത് എഴുതുന്നത് വെച്ചാല് സമാന മനസ്കതയാണോ ബില്ലിനും ബെർട്ടിനും ഉള്ളത് എന്നറിയാൻ വേണ്ടിയാണ്. ഹാങ്സ് റിയൽ പർപ്പസ് മേ ഹാവ് ബീൻ ഫണ്ട് റൈസിംഗ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആശയം പണം സ്വരൂപിക്കുക തന്നെയാണ്. ഇൻ ദ ഫൈനൽ ലൈൻ ഓഫ് ദ ലെറ്റർ ഹി ആസ്ക് ബെർട്ട്, ഹു വാസ് ദ പ്രിൻസിപ്പൽ അഡ്രസ്സി, ബെർട്ടിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ടു അപ്രോച്ച് എ സർട്ടൻ ഇൻഡിവിജ്വൽ ഫോർ ദ സം ഓഫ് 500 ഹു വുഡ് പുട്ട് ദിസ് $500 in for immediate promotional work. അപ്പം അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. $500 ഏതൊരു ആളോട് ചോദിക്കുന്നതായി താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇമ്മീഡിയറ്റ് പ്രൊമോഷണൽ വർക്കിന് വേണ്ടിയിട്ട് $500 ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത്. ദി ക്വസ്റ്റ്യൻ സീംസ് ലെസ് ഡയറക്റ്റ് than at his prospective donor, and the entire letter appears to have been crafted so that but could show it to one of his wealthy customers as evidence of the genuineness of his request for the $500. അപ്പൊ ഈ ബെർട്ടിന് ധാരാളം സമ്പന്നരായ ആൾക്കാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ച് ഈ $500 കളക്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. It is more than likely that Bert did present this ambitious plan to his wealthy prospect. അപ്പൊ ഇത് എന്താണ് മനസ്സിലാക്കുന്നത് വെച്ചാൽ ബെർട്ടും അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിനോട് ഈ പ്രൊജക്ടിന് വേണ്ടിയിട്ട് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. ബട്ട് ഇറ്റ് വാസ് അൾട്ടിമേറ്റ്ലി അൺസക്സസ്ഫുൾ. അതൊരിക്കലും വിജയകരമായില്ല, ആരും പൈസ കൊടുത്തില്ല. ലേറ്റർ മിനിറ്റ് ഓഫ് ദ ആൽക്കഹോളിക് ഫൗണ്ടേഷൻ ഷോ നോ സച്ച് ലോൺ വാസ് എവർ മെയ്ഡ് അറ്റ് ദിസ് ടൈം. അതുകൊണ്ട് ആൽക്കഹോളിക് ഫൗണ്ടേഷൻ അത്തരം ലോണ് കിട്ടിയില്ല. Unraveling the plan. Without knowing more details from the prior conversation among these three men, ഈ 3 ആളുകളും തമ്മിലുള്ള പരസ്പരമുള്ള കോൺവെർസേഷൻ, സംസാരം, ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു ആക്യുറേറ്റ്ലി സമ്മറൈസ് ദി ലെറ്റർ. ഇതൊരു ലെറ്റർ രൂപത്തിൽ എഴുതുക വളരെ ബുദ്ധിമുട്ടാണ്. ദ ഫസ്റ്റ് 2 പാരഗ്രാഫ് ഔട്ട്ലൈനിങ് ഹാങ്സ് പ്ലാൻ ആർ റിലേറ്റീവ്ലി സ്ട്രേറ്റ് ഫോർവേഡ്. ഇപ്പൊ രണ്ട് പാരഗ്രാഫില് ഹാങ്ക് പറഞ്ഞ പ്ലാനുകൾ നന്നായി എഴുതിയിട്ടുണ്ട്. കെയർഫുള്ളി എക്സ്പ്ലെയിനിങ് ദ ഡീറ്റെയിൽസ്. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ബട്ട് ദ തേർഡ് പാരഗ്രാഫ്, വൺ ഓഫ് ഹാങ്സ് മോർ
ടോർച്ചേർഡ് എഫേർട്ട് ക്യാൻ ബി എ ചലഞ്ച് ടു അൺറൈവൽ. അതായത് അദ്ദേഹത്തിന്റെ മറ്റ് ചില കാര്യങ്ങൾ ഫ്രാങ്ക് ചെയ്ത ചില എഫേർട്ടുകൾ, ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ചില എഫേർട്ടുകൾ ഇതിൽ പ്രസിദ്ധീകരിക്കാൻ വളരെ അധികം വിഷമമാണ്. Now we have the situation of the initial subscribers having been entirely paid off and the $10,000. അപ്പോൾ $10,000 സബ്സ്ക്രൈബേഴ്സ് വുഡ് ബി എൻറ്റയർലി ബിറ്റ്വീൻ ദ ഫണ്ട് ആൻഡ് ദ പബ്ലിഷിംഗ് ഫെയിം. അതായത് അങ്ങനെ ഫണ്ട് പബ്ലിഷിംഗ് ഫെയിമിനും ഫണ്ട് പബ്ലിഷിംഗ് ഫെയിമിനായിട്ടുള്ള പ്രസിദ്ധീകരണ സ്ഥാപനത്തിനായിട്ടുള്ള ഫണ്ട് $10,000. ഇൻ ദിസ് കേസ് ഓൾ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ പബ്ലിഷിംഗ് ഫെയിം വുഡ് ഗോ ടു ദ ഫണ്ട് ഓഫ് ദ amount 10,000. These are an addition of the 50 cents per book assured profit to the fund. To simplify all of the above, if the book is profitable, the fund will receive 50 cents for every book that had been issued. The expense of writing and marketing would have been entirely paid out of the profit secured by the marketing company. അതായത് ഈ $10,000 ഇത് കിട്ടുവാണെങ്കിൽ ഈ 50 സെന്റ് വെച്ചിട്ട് ഒരു ബുക്കിന്റെ പ്രോഫിറ്റിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് ഇവർക്ക് ഇത് പേയ്മെന്റ് നടക്കുകയും അങ്ങനെ മാർക്കറ്റിംഗ് കമ്പനിക്ക് ഒരു പ്രോഫിറ്റിലേക്ക് എത്താനും സാധിക്കുമെന്നാണ് ബില്ലിന്റെ എൻറ്റയർ പ്ലാൻ. To bring Hangpid entire plan. To bring some clarity to this cryptic paragraph, it must first be noted that something important has not been mentioned anywhere in this letter. ഇദ്ദേഹത്തിന്റെ കത്തുകൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങളൊന്നും വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. Namely, that there will be more than a 50 cents profit on which each book sold. അതായത് 50 സെന്റ് ഓരോ ബുക്ക് വെക്കുമ്പോഴും ലാഭം കിട്ടും. Exactly how much that profit might be is never specified. എത്ര മാത്രം പണമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ബട്ട് ഹാങ് ക്ലിയർലി എക്സ്പെക്ട്സ് ഇറ്റ് ടു ബി സബ്സ്റ്റൻഷ്യൽ. അതായത് 50 സെൻസ് ആണെങ്കിലും മതി എന്നാണ് ഹാങ് പറയുന്നത്. ഹി ഡസ് സ്റ്റേറ്റ് കാറ്റഗറി ദാറ്റ് ദ മാർക്കറ്റിംഗ് കൺസേൺ അഷ്യൂർഡ് ദ ഫണ്ട് ഓഫ് 50 cents profit per book. But he never directly says how much more profit there will be from the sale of each book. അപ്പം എത്രമാത്രം പണം ലാഭം കിട്ടുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ല. ഓൺലി നത്തിങ് ദാറ്റ് ദിസ് വിൽ ബിക്കം ദ പ്രോഫിറ്റ് സെക്യൂർഡ് ബൈ ദ മാർക്കറ്റിംഗ് കമ്പനി. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് മാർക്കറ്റിംഗ് കമ്പനിയുടെ ലാഭമായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഗിവൺ ദാറ്റ് അഡീഷണൽ ഇൻഫോർമേഷൻ, വൺ സെന്റൻസ് ഹിയർ സ്റ്റിൽ നീഡ്സ് ക്ലാരിഫിക്കേഷൻ. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെയാണെങ്കിൽ തന്നെ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഇൻ ദിസ് കേസ് ഓൾ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ പബ്ലിഷിംഗ് ഫേം വുഡ് ഗോ ടു ദി ഫണ്ട് ഓഫ് ദ എമൗണ്ട് ഓഫ് $10,000. അപ്പൊ ഏതൊക്കെ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും $10,000 ശേഖരിച്ചതിലേക്കാണ് ആ പ്രോഫിറ്റ് പോവുക. ദിസ് ഈസ് ആൻ അഡീഷൻ ടു ദി 50 cents per book. അപ്പൊ 50 സെന്റിന്റെ ലാഭവും അങ്ങനെയാണ് പോവുക. അഷേർഡ് പ്രോഫിറ്റ് ടു ദി ഫണ്ട്. അതായത് ഒരു ബുക്കിൽ നിന്ന് 50 സെന്റ് പണം ലാഭം അവര് കൃത്യമായി ഓഫർ ചെയ്തിരുന്നു. This is an addition of the 50 program. That is confusing. Where does this extra 10,000 come from? The key phrase for understanding this is Hank's assurance. അതായത് ഈ $10,000 എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ എത്തിയത്? The fund will receive 50 cents for every book that has been issued. Hank was promising the foundation that the publishing firm would not only pay the fund 10,000 to satisfy the donors. അതായത് ഈ $10,000 മാത്രമല്ലാതെ ഈ $50 കൂടി അദ്ദേഹം പെർ ബുക്കിൽ നിന്നുള്ള ലാഭം ഫൗണ്ടേഷന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇറ്റ് വുഡ് ഓൾസോ അല്ലെങ്കിൽ പണം കൊടുക്കുന്ന ഡോണേഴ്സിനോടും വാഗ്ദാനം ചെയ്തിരുന്നു. ഇറ്റ് വുഡ് ഓൾസോ റിമെമ്പേഴ്സ് ദം ഓൺ അഡീഷണലി 50 cents per book ഔട്ട് ഓഫ് ഓൾ നെറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദ പബ്ലിഷിംഗ് ഫേം. അതായത് സ്ഥാപനത്തിന്റെ ലാഭം കൂടാതെ ഓരോ ബുക്കിൽ നിന്നുള്ള ലാഭവും അവർക്ക് ഓഫർ ചെയ്തിരുന്നു. അണ്ടിൽ ദാറ്റ് 10,000 പേ ഔട്ട് ടു ദ ഡോണർ ഹാസ് ബീൻ ഫുള്ളി റീഇംബേഴ്സ്ഡ്. അതായത് $10,000 മൊത്തം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബുക്കിനായി പ്രസിദ്ധീകരണത്തിനായി മേടിച്ചിരിക്കുന്ന $10,000 കൊടുത്തതിന് ശേഷം ഓരോ ബുക്കിന്റെയും പ്രോഫിറ്റിൽ നിന്നുള്ള ഷെയറും അദ്ദേഹം ഓഫർ ചെയ്തിരുന്നു. ദിസ് വുഡ് സർട്ടൻലി ഡിലേ the accumulation of profits by the private marketing organization, but the foundation would then be able to claim they had actually received 50 cents for every book that had been issued over and all above the necessary repayments to donors. അതായത് ഇത് ഏറ്റവും ചുരുക്കത്തിൽ ഈ $10,000 എല്ലാവർക്കും തിരിച്ചു കൊടുത്തതിന് ശേഷം ഫൗണ്ടേഷൻ ഓരോ ബുക്കിനും 50 സെന്റ് ലാഭം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഹാങ്കിന്റെ ഓൺ ഫ്രേസിൽ ടു സിംപ്ലിഫൈ ഓൾ ഓഫ് ദി അബവ്, ഇത് വളരെ ലളിതവൽക്കരിക്കാം. ദ മാർക്കറ്റിംഗ് കൺസേൺ, അതായത്
മാർക്കറ്റിംഗിന്റെ കൺസൾട്ടൻസി വാസ് കമ്മിറ്റഡ് ടു യൂസിംഗ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബുക്ക്. അതായത് ബുക്കിന്റെ ആദ്യത്തെ പാർട്ട് ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ടു റീപേ ദ 10,000 ഇൻ ലോൺസ് ആൻഡ് ദെൻ ടു ഗീവ് ദ ഫൗണ്ടേഷൻ ദേ ആർ പ്രോമിസ്ഡ് 50 cents ഫോർ ഈച്ച് ബുക്ക് സോൾഡ്. അതായത് മാർക്കറ്റിംഗ് $10,000 വാങ്ങിയത് എല്ലാവർക്കും തിരിച്ചു കൊടുത്തതിന് ശേഷം ഓരോ ബുക്കിനുമുള്ള 50 സെന്റ്സും അവര് ഫൗണ്ടേഷൻ ഓൾ ദ വൈൽ പേയിങ് ഓൾ ദ എക്സ്പെൻസ് അസോസിയേറ്റഡ് വിത്ത് റൈറ്റിംഗ്, പ്രിന്റിംഗ്, പബ്ലിഷിംഗ്. അതായത് എല്ലാ എക്സ്പെൻസും റൈറ്റിങ്ങിനും പ്രിന്റിങ്ങിനും പബ്ലിഷിങ്ങിനും വരുന്ന അല്ലെങ്കിൽ പ്രൊമോഷൻ പ്രോജക്റ്റിനും ഒക്കെ വരുന്ന പണവും അവിടെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ആഫ്റ്റർ ദോസ് എക്സ്പെൻസ് ഹാഡ് ബീൻ മെറ്റ് വാട്ട് എവർ നെറ്റ് പ്രോഫിറ്റ് റിമൈൻഡ് വുഡ് ബി റിട്ടേൺ ബൈ ദ പബ്ലിഷിംഗ് ഫേം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചെലവുകളും തീർന്നതിന് ശേഷം കിട്ടുന്ന ലാഭം മുഴുവൻ പബ്ലിഷിംഗ് ഫെയിം എടുക്കുമെന്നുള്ളതാണ്. This leaves one other large and rather important element of the plan that was not being mentioned in any way. അപ്പൊ ഇത്തരം വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പ്ലാനുകളൊക്കെ ചില കാര്യങ്ങളൊന്നും കൃത്യമായി വ്യക്തമാക്കുന്നില്ല. അണ്ടർ ദിസ് സ്കീം, ഈ സ്കീമില് ഹാങ് ആൻഡ് ബിൽ വിഡ് നോട്ട് ഓൺലി ബി റെസ്പോൺസിബിൾ ഫോർ ദ ആക്റ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കമ്പനി. അതായത് മാർക്കറ്റിംഗ് കമ്പനിയുടെ ആക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്നത് ഹാങ്കും ബില്ലും മാത്രമല്ല. ദേ വുഡ് ബി ഓൾസോ ബി ദ ഓണേഴ്സ് ഓഫ് ദിസ് പബ്ലിഷിംഗ് ഫേം. മറ്റു പലരും ഈ പബ്ലിഷിംഗ് ഫേമിന്റെ ഓണർമാരായിട്ടുണ്ട്. ആൻഡ് സച്ച് they would stand to reap whatever financial benefit might come to the private marketing organization. അപ്പൊ ഈ പ്രൈവറ്റ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർക്കും ബെനിഫിറ്റ് ഉണ്ട്. ഡസ് ക്ലിയർലി നോട്ട് ദാറ്റ് ദിസ് മാർക്കറ്റിംഗ് പബ്ലിഷിംഗ് ഫേം വുഡ് ബി പ്രൈവറ്റ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ പബ്ലിഷിംഗ് മാർക്കറ്റിംഗ് കമ്പനി പ്രൈവറ്റ് ആയിരിക്കും. ആൻഡ് ഓൾദോ ദ ഓണർ ഓഫ് ദ പ്രൊപ്പോസൽ കമ്പനി വാർ നെവർ മെൻഷൻഡ് ബൈ നെയിം. അതായത് അതിന്റെ ഓണർമാർ ആരാണെന്നും കൃത്യമായ പേരാൽ വെളിപ്പെടുകയില്ല. ദേ കുഡ് നോട്ട് ബി ഹാങ് പി ഓർ ബിൽ വിൽസൺ. അതൊരിക്കലും ഹാങ് പിയും ബിൽ വിൽസണും ആയിരിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾദോ ദിസ് പർട്ടിക്കുലർ പ്ലാൻ ഓഫ് ഹാങ്സ് നെവർ കെയിം ടു ഫ്രൂട്ടിഷൻ. അതായത് ഇത്തരം വലിയ പ്ലാനുകളൊക്കെ ഹാങ് കൊണ്ടുവന്നെങ്കിലും അതൊരിക്കലും വിജയിച്ചില്ല. ദിസ് ഇസ് നോട്ട് ദ ലാസ്റ്റ് ടൈം വിൽ സീ ദീസ് ടു മെൻ പുട്ടിംഗ് ദംസെൽസ് ഇൻ ലൈൻ ടു ബി ദ പ്രൈമറി റെസിപ്പിയൻസ് ഓഫ് വാട്ട് എവർ പ്രോഫിറ്റ് ദ ബുക്ക് മൈറ്റ് ജനറേറ്റ്. അതായത് ഇത്തരം പല 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 കാര്യങ്ങളും അവർ രണ്ടുപേരും ഈ ബുക്കിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യണമെന്നൊക്കെ അല്ലെങ്കിൽ പ്രോഫിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ അവർ പല പ്രോജക്റ്റുകളും കൊണ്ടുവന്നെങ്കിലും അതൊന്നും ഇവിടെ വിജയിച്ചില്ല. ഇൻ ഒക്ടോബറിൽ ഹാങ് വുഡ് റോൾ ഔട്ട് ആൻ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ സിനാരിയോ ഫോർ ദ 100 men കോർപ്പറേഷൻ. ഏതായാലും ഒക്ടോബറിൽ അദ്ദേഹം 100 men കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിക്കും ബേസ്ഡ് ഓൺ ദ സെയിൽ ഓഫ് സ്റ്റോക്ക് റാദർ ദാൻ ലോൺ ഡൊണേഷൻ. അപ്പൊ അതെന്തിനാണ്? അത് സ്റ്റോക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, ലോണായിട്ട് വായ്പയായിട്ട് ഡൊണേഷൻ സ്വീകരിക്കാനല്ല. ബട്ട് ബിയോണ്ട് ദാറ്റ് വൺ ഡിഫറൻസ്, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ അതർ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് ദിസ് പ്രൊപ്പോസൽ had already been created, considered and carefully formulated 5 months earlier. ഇത് ഇത്തരം 5 മാസം മുമ്പ് അദ്ദേഹം എന്താണോ വിചാരിച്ചത് അതുപോലെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത് തീരുമാനിച്ചത്. ഫണ്ട് റൈസിംഗ് ഫോർ ദ ബുക്ക് പബ്ലിഷേഴ്സ് ചാൾസ് ടൗൺസ് ടു ദി റെസ്ക്യൂ അഗെയിൻ. അപ്പം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ആൽക്കഹോളിക് ഫണ്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ്, അതായത് ആൽക്കഹോളിക് ഫണ്ട് തുടങ്ങിയപ്പോൾ തന്നെ വില്ലാർഡ് റിച്ചാർഡ്സൺ കമ്പൈൽഡ് ലിസ്റ്റ് വിത്ത് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അബൌട്ട് എ ഗ്രൂപ്പ് വെൽത്തി മെൻ ആൻഡ് ഹൂ മൈറ്റ് ബി സോളിസിറ്റഡ്. അതായത് വില്യം റിച്ചാർഡ്സണ് ആരൊക്കെയാണ് ധനികരായ മനുഷ്യർ, ആരോടൊക്കെയാണ് നമ്മൾക്ക് പണം ലഭിക്കാൻ സാധ്യതയുള്ളതിന്റെ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിന്റെ പാസ് ഇറ്റ് ഓൺ ടു ബിൽ വിൽസൺ. അത് ബിൽ വിൽസൺ ആ ലിസ്റ്റ് കൊടുത്തിരുന്നു. ആംഡ് വിത്ത് ലിസ്റ്റ് ഓഫ് മില്യണേഴ്സ്, ചില മില്യണേഴ്സ് ആയിട്ടുള്ള ധനികരുടെയും ഇത് അവർക്ക് കൊടുത്തിരുന്നു. ഹാങ് ആൻഡ് ബിൽ ഗ്ലീഫുള്ളി സെറ്റ് ടു വർക്ക്. അപ്പോൾ ട്രൈ ടു മേക്ക് അപ്പോയിന്റ്മെന്റ്സ് വിത്ത് പീപ്പിൾ ഫ്രം ദിസ് ന്യൂ പൂൾ ഓഫ് റിച്ച് ന്യൂയോർക്കേഴ്സ്. അതായത് ന്യൂയോർക്കിലെ ഈ ധനികരായ മനുഷ്യരുമായിട്ട് ചില അപ്പോയിന്റ്മെന്റുകൾ ബിൽ ഡബ്ല്യു ബുക്ക് ചെയ്തു. വൺസ് അഗെയിൻ ദർ സ്പിരിറ്റ്സ് റാൻ ഹൈ. അവരുടെ ജിജ്ഞാസ അല്ലെങ്കിൽ ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകള് വളരെയധികം ഉയർന്ന നിലയിലെത്തി. വിത്ത് ദിസ് ഇൻവാല്യൂബിൾ കോണ്ടാക്ട് ഇൻഫോർമേഷൻ ആൻഡ് റെഫറൽ ഫ്രം റിച്ചാർഡ്സൺ. അപ്പൊ റിച്ചാർഡ്സണിൽ നിന്നുള്ള ഈ റെഫറൻസ് മൂലം ഇറ്റ് സീംഡ് ഇമ്പോസിബിൾ ഫോർ ദം ടു ഫെയിൽ ഇൻ ദെയർ എഫേർട്ട് ടു സെക്യൂർ ഡൊണേഷൻ ടു സപ്പോർട്ട് ദ റൈറ്റിംഗ് ദെയർ ബുക്ക്. അവർക്ക് ഒരിക്കലും പരാജയപ്പെടുകയായി വരില്ല
പ്രത്യേകിച്ച് ഈ ഡൊണേഷൻസുകളെല്ലാം ഈ റൈറ്റിംഗ് ദ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായി സഹായിക്കുമെന്ന് അവർ തീർച്ചയായും വിചാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ദേ ക്വിക്ലി ഫൗണ്ട് ദേ ഹാഡ് ടു ഡീൽ വിത്ത് ദ സെയിം എക്സാക്ട് ഒബ്ജക്ഷൻ ദേ ഹാഡ് എൻകൗണ്ടേർഡ് ദ പ്രീവിയസ് ഒക്ടോബർ ആൻഡ് നവംബർ. അപ്പൊ ഒക്ടോബറിലും നവംബറിലും എന്തൊക്കെ കാര്യങ്ങളാണോ അവർക്ക് ഈ കാര്യത്തില് എതിരിടേണ്ടി വന്നത്, ഈ പ്രൊജക്ടിന്റെ ആശയത്തോട്, ബുക്ക് എന്ന പ്രൊജക്ടിന്റെ ആശയത്തോട് എന്തൊക്കെ കാര്യങ്ങളാണ് എതിരിടേണ്ടി വന്നത്, അത് ഇവിടെയും എതിരിടേണ്ടി വന്നു. Only now these arguments were coming from a completely different set of purposes. അപ്പൊ ഏതായാലും ഇത്തരം ഇവർക്കെതിരായിട്ടുള്ള ഈ ചിന്തകള് വേറെ ഒരു രീതിയിലാണ് ഈ തവണ വന്നത്. ദിസ് മസ്റ്റ് ഹാവ് ബീൻ ഫ്രസ്ട്രേറ്റിംഗ് ഇൻ ദ എക്സ്ട്രീം. അതായത് അവർക്ക് നിരാശയുടെ അങ്ങേയറ്റം, ഏറ്റവും മുകളിലുള്ള കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. ബോത്ത് ഹാങ് ആൻഡ് ബിൽ ബിലീവ്ഡ് ദേ ഹാഡ് മേഡ് സം സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റ് 6 months. ബില്ലും ഹാങ് വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ 6 മാസമായിട്ട് ചില വികസനങ്ങൾ ഈ കാര്യത്തിൽ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ബട്ട് there were again, വീണ്ടും അവർക്ക് ആ പഴയ ഇതിലേക്ക് തന്നെ പോയി നിൽക്കേണ്ടി വരുന്നു. റൈറ്റ് ബാക്ക് അറ്റ് ദ ബിഗിനിങ്. വീണ്ടും അവർക്ക് തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ പോയി നിന്നു. ഇറ്റ് വാസ് ആ ഫീൽ നത്തിങ് അറ്റ് ഓൾ ഹാർഡ് ചേഞ്ച്. ഒന്നും മാറിയിട്ടില്ല. അക്കോർഡിംഗ് ടു ബിൽ, ദ എക്സ്ക്യൂസസ് ദേ ഹാഡ് ടു എൻഡ്യൂർ വെയർ ഫെയർലി കൺസിസ്റ്റന്റ്, ഇൻക്ലൂഡിംഗ് എ കംപ്ലീറ്റ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇത്തരം ബുക്ക് പ്രൊജക്ടുകളെ പറ്റിയുള്ള മുഴുവനായിട്ടുള്ള മനസ്സിലാക്കലുകളില്ലാതെ സ്ഥിരമായിട്ടുള്ള അവരുടെ എതിർപ്പുകളാണ് വീണ്ടും വന്നത്. അബൌട്ട് ആൽക്കഹോളിസം ഇൻ ജനറൽ, പ്രത്യേകിച്ച് മദ്യാസക്തിയുടെ പൊതുവായിട്ടും അൺകോംപ്രഹെൻസിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദെയർ മെത്തേഡ്സ് ഓഫ് റിക്കവറി. അവരുടെ വീണ്ടെടുക്കൽ പദ്ധതിയെ പറ്റിയുള്ള ചില സംശയകരമായ ചോദ്യങ്ങൾ. ഫോളോഡ് ബൈ ഡിമാൻഡ്സ് ഫോർ സയന്റിഫിക് പ്രൂഫ്, ചില ശാസ്ത്രീയമായ തെളിവുകൾ സപ്പോർട്ട് ദെയർ ക്ലെയിം ഓഫ് സക്സസ്. പിന്നെ ചില ആളുകൾ അവരുടെ ഈ വിജയം, അതായത് ആളുകളെല്ലാം വിജയിക്കുന്നുണ്ടെന്നുള്ള ഇതിനെക്കുറിച്ചുള്ള സംശയകരമായ ചോദ്യങ്ങൾ. ഈവൻ ബോർ എക്സപ്രേറ്റിംഗ് വാസ് ദ ഫ്രീക്വന്റ്ലി റേസ്ഡ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ട്രൈ ടു സേവ് ഡ്രഗ്സ്. അപ്പൊ ഈ വളരെ പണക്കാരായ അവർ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തിന് ഞങ്ങൾ മദ്യാസക്തരെ രക്ഷിക്കണം? വൈ ഷുഡ് വി ട്രൈ ടു സേവ് ഡ്രഗ്സ്? എന്തിന് ഞങ്ങൾ അവരെ രക്ഷിക്കണം? അപ്പൊ അതിനകത്തൊരു ഫുഡ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വുഡ് മേക്ക് നോ സെൻസ് ടു സപ്പോസ് ദ പ്രോഫിറ്റ് വുഡ് ബി റിട്ടേൺഡ് ബൈ സം ആൻഡ് മാനേജ് പെൻഷൻ ടു റിക്കവറി മണീസ് മീൻ ടു ബെനിഫിറ്റ് ആൽക്കഹോളിക്സ് could just as easily to direct a proposed alcohol foundation or character was rather than going to some other organization. അപ്പൊ ആ കമ്പനി ആദ്യം തുടങ്ങിയത് അവര് ആൽക്കഹോളിക് ഫണ്ടിന് വേണ്ടിയിട്ട് ആൽക്കഹോളിക്കിനെ സഹായിക്കാനായിട്ടാണ്, വേറെ ഓർഗനൈസേഷനിലേക്ക് പ്രോഫിറ്റ് പോകാതിരിക്കാനാണെന്ന് പറയുന്നുണ്ട്. എനിവേ, നമ്മളിപ്പോ തിരിച്ചു വന്ന് അവർ ചോദിക്കണം, ഈ മില്യനേഴ്സിന്റെ അടുത്ത് പൈസ ചോദിക്കാൻ ചിലപ്പോൾ അവർ ചോദിക്കുന്നത് വൈ ഷുഡ് വി ട്രൈ ടു സേവ് ഡ്രഗ്സ്? ഞങ്ങൾ എന്തിനാണ് ഈ മദ്യാസക്തരെ രക്ഷിക്കേണ്ടത്? Wouldn't this money be better spent preventing alcoholism in the first place? അപ്പൊ ഈ മദ്യാസക്തിയെ തടഞ്ഞു നിർത്താനായിട്ട്, അതിനുള്ള തടഞ്ഞു നിർത്താനായിട്ട് പണം ആദ്യം അങ്ങ് ഉപയോഗിച്ചാൽ പോരെ, rather than wasting it on these people who are already beyond any help. അപ്പൊ സഹായം ലഭിച്ചാലും രക്ഷപ്പെടാത്ത രീതിയിലുള്ള ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് പണം കണ്ടെത്തുന്നത്? എന്തിനാണ് ആ പണം വേസ്റ്റ് ആക്കുന്നത്? ഇറ്റ് വാസ് ആസ് ഇഫ് ദർ വാസ് എ സോളിഡ് വാൾ ഫോർ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇതായിരുന്നു അവരുടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത അതിനുള്ള ഒരു വലിയ ഭിത്തി. എമ്പതി ആൻഡ് സെക്കൻഡ് ഗസ്സിംഗ് സറൗണ്ടിങ് ദിസ് റിച്ച്. അപ്പൊ ഇത്തരം റിച്ച് ന്യൂയോർക്കേഴ്സിന്റെ, അതായത് പണക്കാരായിട്ടുള്ള ന്യൂയോർക്കുകളുടെ ഇടയിലേക്ക് ഇറ്റ് വാസ് എ വാൾ, ഇതൊരു വലിയ ഭിത്തിയായി ദിസ് ടു മെൻ ജസ്റ്റ് കുഡ്ന്റ് സീം ടു ഗെറ്റ് ഓവർ. അതായത് ഇവർക്ക് ബില്ലിനും ഹാങ്കിനും മുമ്പിൽ ഇവർ ഒരു വലിയ ഭിത്തി കെട്ടി വീഴ്ത്തി, അവർക്കത് കടന്നു പോകാൻ കഴിഞ്ഞില്ല. ആസ് ബിൽ ലേറ്റർ കൺഫെസ്ഡ്, വി വേർ ടെറിബിളി ഡിസ്ഹെർട്ടൻഡ്. അതായത് അവരുടെ ഹൃദയം വീണ്ടും മുറിഞ്ഞു. There was, however, one small success to celebrate that മെയ്. അതായത് ആ മെയ്യില് ഒരു ചെറിയ വിജയം ഉണ്ടായി. ബിൽ വിൽസൺ ഹാഡ് ടേൺഡ് വൺസ് അഗെയിൻ ടു ഹിസ് ഫ്രണ്ട് ചാൾസ് ടൗൺസ്. അതായത് അവിടുത്തെ വിജയം എന്താണെന്ന് വെച്ചാല്, ബിൽ വിൽസന്റെ സുഹൃത്തായിട്ടുള്ള ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിലെ ഉടമയായിട്ടുള്ള ചാൾസ് ടൗൺസിന്റെ അടുത്തേക്ക് അദ്ദേഹം പോയി. ഹോപ്പിംഗ് ഹി മൈറ്റ് കൺവിൻസ് ഹിം ടു മേക്ക് എ ലോൺ. അപ്പൊ അതായത് ബിൽ വിൽസന് അദ്ദേഹത്തിനെ ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് ഒരു ലോൺ വെക്കണം, along the lines of Hank's fundraising proposal to get the book project off the ground. അതായത് ഹാങ്കിന്റെ പണം സ്വരൂപിക്കുന്നതിനുള്ള ആശയം ഈ ബുക്ക് പ്രൊജക്ടിനുള്ള
ആശയം ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചാൾസ് ബി ടൗൺസിനോട് ഒന്ന് പറയണം. അതായിരുന്നു ഉദ്ദേശം. ചാൾസ് വാസ് എ സക്സസ്ഫുൾ ബിസിനസ്മാൻ. അതായത് ചാൾസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വിജയം വരിച്ച ബിസിനസ്മാൻ ആണ്. ഹു ഹാഡ് വിറ്റ്നസ്ഡ് ദ റാവേജ് ഓഫ് ആൽക്കഹോളിസം. അദ്ദേഹത്തിന് ഈ ആൽക്കഹോളിസത്തിന്റെ ദുരിതം മുഴുവൻ അറിയാം. ഓൺ എ ഡെയിലി ബേസിസ്, സ്ഥിരമായി എല്ലാ ദിവസവും അദ്ദേഹം അത് കാണുന്നതാണ്. ആൻഡ് ഹി ഹാഡ് എ സ്ട്രോങ് ഫെയ്ത്ത്. അദ്ദേഹത്തിന് നല്ലൊരു വിശ്വാസമുണ്ട് ഇൻ ദിസ് ന്യൂ മെത്തേഡ് ഓഫ് ഗെറ്റിംഗ് സോബർ. അതായത് ബിൽ വിൽസന്റെ ഈ മെത്തേഡ് വെച്ചിട്ട് പലരും സുബോധാവസ്ഥയിലാവുന്നത് അദ്ദേഹം കണ്ടു. ഷുവർലി ഹി വുഡ് അപ്രീഷിയേറ്റ് ദ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഹ്യൂമൻ റിട്ടേൺ ഓൺ ഹിസ് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്. അപ്പം അദ്ദേഹം ചെറിയൊരു പണം കൊടുത്തുകൊണ്ട് ഇത്തരം ആളുകളുടെ വലിയൊരു കൂട്ടം ആളുകളുടെ തിരിച്ചുവരവിൽ അദ്ദേഹം സന്തോഷവാനായി. ഇഫ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് എ ബുക്ക് ദാറ്റ് വുഡ് ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി സ്പ്രെഡ് ദ മെസ്സേജ് ഓഫ് റിക്കവറി ടു പീപ്പിൾ ഓൾ അറൌണ്ട് ദ കൺട്രി. അതായത് അമേരിക്ക എന്ന രാജ്യം മുഴുവൻ പെട്ടെന്ന് തന്നെ ഈ ബുക്ക് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഈ മെസ്സേജ് സ്പ്രെഡ് ആകുകയും പെട്ടെന്ന് തന്നെ അനേകം ആളുകൾ സുബോധാവസ്ഥയിലേക്ക് എത്തുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. The two men met in mid-May and Bill explained the കറന്റ് സ്റ്റേറ്റ് ഓഫ് ദെയർ അഫയേഴ്സ്. അതുകൊണ്ട് തന്നെ ബിൽ വിൽസൺ അദ്ദേഹത്തിനെ കാണാൻ പോവുകയും മെയ് മാസം കാണാൻ പോവുകയും, അല്ലെങ്കിൽ മെയ്യുടെ പകുതി കാണാൻ പോവുകയും, മെയ് മാസം കാണാൻ പോവുകയും അദ്ദേഹം ഇതിനെപ്പറ്റി വിശദമായി വിശദീകരിക്കുകയും ചെയ്തു. ഇൻക്ലൂഡിംഗ് ദ ഡെസ്പറേറ്റ് നീഡ് ടു ബിഗിൻ വർക്ക് ഓൺ ദ ബുക്ക്. അദ്ദേഹം ബുക്ക് എഴുതേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം നിരാശാജനകമായിട്ടുള്ളതിന്റെ ആവശ്യം, അതായത് അതേസമയം ഡെസ്പറേറ്റ് നീഡ് ടു ബിഗിൻ വർക്ക് ഓൺ ദ ബുക്ക്, ഈ സമയത്ത് തന്നെ ആ ബുക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യം, അതിന്റെ ആവശ്യം, ഹി പോയിന്റഡ് ഔട്ട്, വാസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ബൈ ഫ്രാങ്ക് ആമോസ് ആൻഡ് ദ അതർ റോക്ക്ഫെല്ലർ ഫ്രണ്ട്സ്. അതുകൂടാതെ ഫ്രാങ്ക് ആമോസിനും അത് മറ്റുള്ള റോക്ക്ഫെല്ലർ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും ഇത് വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. ഹി ഓൾസോ നോട്ടഡ് ദ അതായത് അതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. May 18 ചാൾസ് ടൗൺസ് കോൺട്രിബ്യൂട്ട് $500 ഫണ്ട്. അപ്പം മെയ് 12 വീണ്ടും $500 കൂടി ആൽക്കഹോൾ ഫണ്ടായിട്ട് കൊടുക്കുകയും ഓൺ ബുക്ക്. ഫ്രാങ്ക് ആമോസിന്റെ പേരിലാണ് ആ പണം കൊടുത്തിരിക്കുന്നതായിട്ടാണ് ആ ചെക്ക് ബുക്കില്. Given the fact that he was the only one besides Rockefeller to have given them any money up to this point. ഇതേ സമയം ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിലെ ചാൾസ് ആണ് നമുക്ക് പണം തന്നത്, മറ്റാരും പണം തന്നില്ല. വൺ ബിസൈഡ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിൽ നിന്ന് നമുക്ക് കുറച്ച് പണം കിട്ടി. അവരെ കൂടാതെ നമുക്ക് ചാൾസിൽ നിന്നാണ് പണം. ബിൽ സെക്കൻഡ് അപ്പീൽ ടു ടൗൺസ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. രണ്ടാമതും വീണ്ടും ടൗൺസിന്റെ അടുത്ത് പോയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് വൈ ചാൾസ് വാസ് നോ റെസ്പോൺസീവ് അറ്റ് ദിസ് ടൈം ഈസ് എ ബിറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് ബിക്കോസ് ഇറ്റ് റൈസ് the question of the relationship that was developing between his hospital and the new sobriety movement emerging in New York City. അതായത് ചാൾസ് ബി ടൗൺസിന്റെ ഹോസ്പിറ്റലാണ് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റല്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലും നമ്മുടെ ഈ പുതിയ സുബോധത്തിലേക്ക് വരുന്ന നമ്മുടെ ഗ്രൂപ്പിന്റെ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെയുള്ള വളർച്ചയും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഒരു വലിയ തുക കൊടുക്കാതിരുന്നത് എന്നാണ്. There is a little doubt. അദ്ദേഹത്തിന് ചില സംശയം. ചാൾസ് ടൗൺസ് had a great respect for Bill Wilson and he was, Bill said, a man who really likes to help people. എന്നിരുന്നാൽ തന്നെയും ബിൽ പറയുന്നത് അദ്ദേഹം മനുഷ്യരെ സഹായിക്കാൻ ഉള്ള ആശയം ഉണ്ടായിരുന്ന ആളാണ്. ആൻഡ് ഹു വാസ് പ്രിപ്പയർഡ് ടു ഹെൽപ്പ് അതായത് എനെ സഹായിക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ഇൻ എവരി പോസിബിൾ, എല്ലാ സാധ്യമായ അവസ്ഥയിലും. വെദർ ഹി ഗോട്ട് എനി മണി ഇൻ റിട്ടേൺ ഓർ നോട്ട്, പണം തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നില്ല. But it is also quite possible that some consideration for the welfare of his own business. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം നടത്തിക്കൊണ്ടു പോകുന്ന ബിസിനസിനെ ബാധിക്കുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. വാസ് ഓൺ ചാൾസ് മൈൻഡ് ആസ് ഹി റോട്ട് ദാറ്റ് ചെക്ക്. അതായത് ആ ചെക്ക് എഴുതിയപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്റെ ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിന് എന്തെങ്കിലും പറ്റുമോ, കാരണം എല്ലാവരും സുബോധാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തനിക്ക് രോഗികളെ കിട്ടുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരിക്കാം. Perhaps Towns had not yet given up on the idea for forging some sort of partnership with Bill Wilson. അത് മാത്രമല്ല, ബിൽ വിൽസണുമായിട്ട് അതിനു മുമ്പ് നടത്തിയ ഒരു കോൺവെർസേഷനിൽ
ആ ഹോസ്പിറ്റലിലെ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ബിൽ വിൽസൺ അത് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓർ പോസിബിലിറ്റി ഹി വാസ് ഹോപ്പിംഗ് ടു എസ്റ്റാബ്ലിഷ് എ വർക്കിംഗ് റിലേഷൻ വിത്ത് ദ ഗ്രോയിങ് AIM മൂവ്മെന്റ്. അപ്പൊ അവിടെയും അദ്ദേഹം ഓഫർ ചെയ്യുന്നത്, അതായത് AI മൂവ്മെന്റിന് സഹായിക്കാനുള്ള തരത്തിലാണ്. എ കണക്ഷൻ ദാറ്റ് വുഡ് ലൈക്ലി ഡെലിവർ സിഗ്നിഫിക്കന്റ്ലി മോർ പേഷ്യന്റ് ടു ഹിസ് ഹോസ്പിറ്റൽ ബെഡ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ്? അദ്ദേഹത്തിന്റെ ആശുപത്രി കിടക്കയിൽ കൂടുതൽ രോഗികൾ ഈ മൂവ്മെന്റ് വഴിയും എത്തും. അതുകൊണ്ട് ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് ബിൽ വിൽസൺ അവിടെ ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയായിട്ട് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കാം. ആഫ്റ്റർ ഓൾ, എല്ലാത്തിനുപരിയായി, വാട്ട് സോർട്ട് ഓഫ് ഇമ്പാക്ട് കുഡ് ബി എക്സ്പെക്ടഡ് ടു ടൗൺ ഹോസ്പിറ്റൽ ഇഫ് സച്ച് എ ബുക്ക് റിട്ടൺ ആൻഡ് പബ്ലിഷ്ഡ്. അതായത് അങ്ങനെ ഒരു ബുക്ക് എഴുതുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്ത വൺ ദാറ്റ് ഹി മസ്റ്റ് ഹാവ് അസ്യൂംഡ് would advise people to seek professional and medical assistance as a first step in their recovery from alcoholism. ഏതായാലും നമ്മള് പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ സ്വീകരിക്കണമെന്നും നമ്മൾ പറയാറുണ്ട്. റിക്കവറി ഫ്രം ആൽക്കഹോളിസം, അതായത് ആൽക്കഹോളിസത്തിൽ നിന്ന് മോചനം നേടാനായിട്ട്. അത് ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സിൽക്കൂർത്തും അങ്ങനെ തന്നെയാണ് പറയുക. ബട്ട് ഹൗവർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് വിന്റർ വൈൻഡ് ചാൾസ് ടൗൺസ് പേഴ്സണൽ മോട്ടീവ്സ് മേ ഹാവ് ബീൻ. എന്തൊക്കെ തന്നെയായാലും ചാൾസ് ടൗൺസിന്റെ സ്വകാര്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെ തന്നെയാണേലും he did in fact put up the money that allowed Bill Wilson to start working. ഏതായാലും അദ്ദേഹം കൊടുത്ത പണം ബിൽ വിൽസന് തന്റെ ജോലി തുടങ്ങാനായിട്ട് സഹായിച്ചു. ഓൺ ദ ക്രിയേഷൻ ഓഫ് ദ ബുക്ക് ഇൻ ലേറ്റ് മെയ് 1938, 1938 മെയ്യില് ബുക്കിന്റെ രൂപീകരണത്തിലേക്ക് വഴി തെളിച്ചു. ആൻഡ് ഹൗ നൗ വിത്ത് ദ $500 അഡ്വാൻസ്, $500 അഡ്വാൻസ് കിട്ടിയിട്ട് ഓൺ ദ ബുക്ക് ഫാമിലി ഇൻ ഹാൻഡ്, ഇറ്റ് വാസ് ടൈം ടു സ്റ്റാർട്ട് റൈറ്റിംഗ്. അങ്ങനെ അദ്ദേഹം എഴുതാനായിട്ട് തുടങ്ങി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ആഴ്ച സംസാരിക്കാം. ഞാൻ മുന്നിക്ക് മയക്ക് മാറുന്നു. ഉണ്ണി. താങ്ക് യു ശുഭേട്ട. വളരെ വ്യത്യാസത്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന വെല്ലുവിളിപ്പിന്റെ സാഹിത്യം ഉദ്ദേശിച്ചിട്ടുള്ള എന്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. ഉണ്ണി. എന്തായാലും നമ്മള് 11ാമത്തെ പാരമ്പര്യമാണ്. അപ്പോ ആശയങ്ങളും അതേപോലെ കാരണങ്ങളുടെയും പ്രതീകമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എല്ലാ മനുഷ്യരും ആ രീതിയിൽ തന്നെയാണ്. അവർ തങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു എന്ന് പറയാറ്. നമ്മൾ ഏതൊരു ആശയമാണോ വഹിക്കുന്നത്, ഏതൊരു കാരണത്തെയാണോ നമ്മൾ പ്രതീകവൽക്കരിക്കുന്നത്, അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. സാധാരണഗതിയിൽ ഈ ഒരു ആശയം അവിടെ നിൽപ്പുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് അതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഇത്തരം ആശയങ്ങൾ ധാരാളമായിട്ടുണ്ട്. വ്യക്തികളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് അത് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്താണ്, പൊതുജനങ്ങളുടെ കണ്ണിൽ പെടുന്നത് നമുക്ക് കുഴപ്പമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉത്തരവാദിത്തമില്ലാത്ത പ്രചാരകരാണെന്ന് വിദ്യ പറയാൻ. അന്ന് കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ നമ്മൾ ഈ പാരമ്പര്യങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിലുണ്ടായി വന്നതായിരുന്നില്ല. നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി, നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിച്ചത്. അപ്പോ ഓരോ മദ്യാസക്തരും ഈ പറയുന്ന അനിയന്ത്രിതയുടെ പ്രചാരകരാണ്. നിരവധി കുഴപ്പങ്ങളുള്ള ആളുകളാണ്. നമ്മൾ കുഴപ്പങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ അനിയന്ത്രിതയുടെ പ്രചാരകരായ നമ്മൾ ഓരോരുത്തരും ഞങ്ങളാണ് ശരി, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ നടക്കണമെന്ന് എല്ലാ മനുഷ്യർക്കും ആഗ്രഹം ഉണ്ടാവും. അത്തരത്തിൽ ഓരോ മനുഷ്യരും ഇറങ്ങി നടന്ന് AI വേണ്ടി സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? ഇവിടെയാണ് നമ്മളോട് തുടക്കത്തിലെ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പാരമ്പര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം എന്റെ അനോണമിറ്റി എന്റെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ചില അർത്ഥങ്ങൾ നമുക്ക് അനോണമിറ്റി ലംഘിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വ്യക്തിപരമായിട്ട് ചില പറയേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് അനോണമിറ്റി പറയാമെന്നല്ലാതെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഏതൊരു തരത്തിലും നമ്മുടെ ഫെലോഷിപ്പിന്റെ പേരിന്റെ ഒപ്പം നമ്മൾ ഉണ്ടാവരുത്. അത് നമ്മുടെ ഉള്ളിൽ ആള് കളിക്കാനുള്ള ത്വരയുണ്ടാക്കും. ആള് കളിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും തീർച്ചയായിട്ടും മറ്റുള്ളവരെ അറിയിക്കുകയും ഞാൻ ചെയ്തു എന്നത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആരുണ്ടാവുക? എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗ്രൂപ്പിന്റെ ഉള്ളില് അധികാരത്തിന് വേണ്ടി വലിയ വടംവലികൾ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ്? മരിച്ചാല് റീത്ത് പോലും കിട്ടാത്ത ഫെലോഷിപ്പാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുമ്പോൾ, ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിന്റെ ഉള്ളിൽ എന്തിനാണ് അധികാരത്തിന് വേണ്ടി വടംവലി ഉണ്ടാവുന്നത്?
എന്തിനാണ് ഈഗോ ഹേർട്ടാവുന്നത്? നമ്മൾ എവിടെയാണ് നമ്മുടെ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ വിശ്വസ്ത സേവകരെ കുറിച്ച് പറയാറുണ്ട്. വിശ്വസ്ത സേവകര് ഭരിക്കുന്ന ആളുകളല്ല എന്ന് പറയുമ്പോഴും അവർക്ക് ഗ്രൂപ്പിന്റെ ചുമതലകൾ എടുക്കുമ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നവരാവരുത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ട്രസ്റ്റഡ് സർവന്റ് എന്ന് പറയുന്നതിന്റെ കാരണം. ഡെലിഗേറ്റ്സിന്റെ ഒക്കെ അധികാരത്തിനും ഏതൊക്കെ രീതിയിലായിരിക്കണം ഡെലിഗേറ്റ്സ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ വന്നത് ഈ രീതിയിലാണ്. മനുഷ്യരെ മനസ്സിലാക്കിയിട്ടും മനുഷ്യർ എവിടെ നിൽക്കണം, ഏത് തരത്തിലാണ് അവർ അനുസരണയിലേക്ക് വരേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇത് നമ്മളെ വളരെയധികം പേടിപ്പെടുത്തിയിരുന്ന ഒന്നാണ്. നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന് മൊത്തത്തില് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള പേടി ഓരോ വ്യക്തികളും എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇത് പറയട്ടെ എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ്, അവരെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചൊക്കെ മറ്റാൾക്കാരോട് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വളരെ നല്ലതാണ്. വേറെ ആളുകളാണ് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടിയൊക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും എന്താ ഉള്ളത്, ഞാൻ ഗംഭീര സംഭവമാണെന്ന് ഞാനാ പറയുന്നത്, അല്ലെങ്കിൽ എന്റെ സംഘടന ഗംഭീരമാണെന്ന് ആ സംഘടനയിൽ നിന്ന് പറയുമ്പോ ആളുകളൊക്കെ അതിപ്പോ അവൻ കുറെ അവന്റെ സംഘടനയെ തള്ളുകയെന്ന് പറയില്ലേ. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയായിരിക്കണം സന്ദേശം കൊടുക്കുന്നത് എന്നുള്ളിടത്തും അതെ, നമ്മൾ അമിതമായിട്ട് നമ്മുടെ ഫെലോഷിപ്പിനെ പൊക്കിയടിക്കുന്ന രീതിയിൽ പോലും പറയാറില്ല. പബ്ലിക് ഇൻഫർമേഷൻ പോളിസി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയത് ആ രീതിയിലാണ്. മാധ്യമരംഗത്തെ മുഴുവൻ സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ നല്ല ബന്ധം ഉണ്ടാവുന്നുണ്ട്. ആദ്യകാലത്ത് അനോണിമിറ്റിക്ക് വേണ്ടിയിട്ട് എന്തിനാ നമ്മൾ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നീട് അവർക്ക് വലിയ അത്ഭുതമായി. കാരണം എല്ലാ സ്ഥലത്തും വേദിയിലേക്ക് ആളുകൾ നിൽക്കാൻ മത്സരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഞങ്ങളെ കുറിച്ച് പത്രങ്ങളിൽ പറയരുത്, ടി വിയിൽ പറയരുത്, ഞങ്ങൾക്ക് അനോണിമിറ്റി ഉണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ എത്തിക്കണം, ദയവ് ചെയ്തിട്ട് എല്ലാ മനുഷ്യർക്കും എത്തിക്കണം, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത ആളുകൾക്ക്, മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മാർഗമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിശാലമായ ഒരു വാതായനം അവിടെ ഉണ്ട്. അവിടെ ഒരു മാർഗമുണ്ട് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. അപ്പൊ ആ സന്ദേശം നിങ്ങൾ കൊടുക്കണം. കാരണം അവരിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റും. എല്ലാ മനുഷ്യരെയും നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൽ തന്നെ എത്രത്തോളം മദ്യാസക്തരുണ്ട് എന്ന് അറിയില്ല. അപ്പൊ അത് വളരെയധികം അവർക്ക് അറിഞ്ഞു കഴിഞ്ഞപ്പോ വളരെ പെട്ടെന്ന് അവർ സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പൊ അവർ കൂടുതലായിട്ട് സന്ദേശം കൊടുക്കാൻ തുടങ്ങി. ആ ഒരു സന്ദേശം കൊടുക്കുന്ന രീതിയാണ് അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകൾ വളരാനുള്ള കാരണമായിട്ട് വന്നത് എന്നാണ് കംസ് ഓഫ് ഏജ് എപ്പോഴും ഓടുന്ന ഒരു കാര്യം. അപ്പൊ അവിടെ നമ്മുടെ തത്വങ്ങളും പ്രവർത്തന രീതികളുമാണ് നമ്മൾ പരസ്യപ്പെടുത്തിയത്. വ്യക്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്സാഹത്തോടു കൂടി മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ മാധ്യമങ്ങളുമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ, എത്രത്തോളം വർക്ക് നമ്മൾ അതിനു വേണ്ടി ചെയ്യണം, എനെ പുറത്ത് എത്തിക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ചരിത്രത്തില് ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്ന് നമ്മുടെ ഈ 2025 നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. നമ്മൾ നന്ദിയോടുകൂടി ആലോചിക്കണം എന്നുള്ളതാണ് ഈ സമയത്ത്. അന്ന് അമേരിക്കയിലെ പത്രമാധ്യമങ്ങൾ അനോണിമിയുടെ കാര്യത്തില് നമുക്കില്ലാത്ത ജാഗ്രത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ 100ഓളം അംഗങ്ങൾ അനാമധേയത്വം ലംഘിച്ചു. നല്ല ഉദ്ദേശത്തോടെ അവർ പ്രഖ്യാപിച്ചു. അനാമധേയത്വം ഒരു പഴഞ്ചൻ ആശയമാണ്. ആദ്യകാലത്ത് അത് ആവശ്യമായിരിക്കാം. ആധുനിക പരസ്യമാർഗങ്ങൾ സ്വീകരിച്ചാൽ വേഗത്തിൽ വളരുമെന്ന് അവർ കരുതി. പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായി പ്രസിദ്ധരായ അംഗങ്ങൾ ഉണ്ട്. അവർക്ക് സമ്മതം ഉണ്ട്. എന്തുകൊണ്ട് അവർക്ക് സമ്മതമാണെങ്കിൽ അംഗത്വം പരസ്യപ്പെടുത്തിക്കൂടാ? അതുവഴി മറ്റുള്ളവരെ നമ്മളോടൊപ്പം ചേരാൻ പ്രോത്സാഹിപ്പിച്ചുകൂടെ എന്ന് വെച്ചു. അമേരിക്കൻ ഐക്യനാടുകളിൽ എല്ലാവരും ഈ പറയുന്ന അനോണിമിറ്റി എന്ന് പറയുന്ന ആശയം വന്നപ്പോ അംഗീകരിച്ചുകൊണ്ടെന്നല്ല വന്നത്. 100ഓളം പേര് അനോണിമിറ്റി ഒക്കെ ലംഘിച്ചു. കാരണം നല്ല ഉദ്ദേശമാണ്. എല്ലാവരും ഇപ്പൊ നമ്മൾ പറയില്ലേ, ഓരോ മനുഷ്യരും പ്രവർത്തിക്കുന്നത് നല്ല ഉദ്ദേശത്തിലാണ്, അവർക്ക് തോന്നുന്ന ഉദ്ദേശമാണ്. പല സുഹൃത്തുക്കളും പറയാറുണ്ട്, ഇവരെന്തിനാ അങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. യഥാർത്ഥത്തില് ഓരോ മനുഷ്യരും അവരവരുടെ നല്ല ഉദ്ദേശമാണ്. അവരുടെ നല്ല ഉദ്ദേശം നമുക്ക് നല്ല ഉദ്ദേശമായി വരുന്നില്ല എന്നതാണ് ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. ഈ അംഗങ്ങൾ എന്താ കരുതിയത് എന്ന് വെച്ചാൽ, അനോണിമിറ്റി ഒക്കെ ഒരു പഴഞ്ചൻ ആശയമാണ്, നമ്മൾ ഈ വ്യക്തികള് മുന്നോട്ട് വന്ന എന്താ കുഴപ്പം,
എന്ന് നമ്മൾ കരുതുകയാണ്. ആധുനികമായ പരസ്യമാർഗം, അന്ന് അമേരിക്കയിൽ ആധുനിക പരസ്യമാർഗം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ കാണിക്കുന്നു, പ്രശസ്തരായ വ്യക്തികൾ അവർ ഈ ഓരോ ഫെലോഷിപ്പിനെയും കുറിച്ച് പറയുന്നു, അവരതിലേക്ക് വന്ന കഥകൾ പറയുന്നു, അവരുടെ ഇന്റർവ്യൂ വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് താല്പര്യമാണ്. സമൂഹത്തിൽ എപ്പോഴും നമുക്കറിയാം പരസ്യമൊക്കെ ചെയ്യുന്നത് ഈ സിനിമാ നടന്മാരെയും അതേപോലെ ഉള്ള നിരവധി ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസില് അവിടെ ലോക്കലി അതേപോലെ ഇന്റർനാഷണലി ഒക്കെ അറിയപ്പെടുന്ന അമേരിക്കയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് സമ്മതമാണ്, പല ആളുകളും സമ്മതിച്ചിട്ടുമുണ്ട് ഞങ്ങളുടെ അംഗത്വം പരസ്യമാക്കി പറയാൻ. പലപ്പോഴും ആദ്യകാലത്ത് ഈ അനോണിമിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ കരുതുന്നത്, എനിക്ക് എന്തുകൊണ്ട് അനോണിമിറ്റി ലംഘിച്ചുകൂടാ, കാരണം ഞാൻ കാനയിൽ കടന്ന ഒരാളാ റൂട്ടില്. അപ്പോ റൂട്ടിൽ കടന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കിൽ എന്റെ കുറവുകൾ പുറത്തേക്ക് പറഞ്ഞ ആളാവുന്ന ഒരാളാണ്. അതിലും പ്രശസ്തി കണ്ടെത്തിയ ആളാവുക എന്നുള്ള സ്വഭാവമുള്ളതാണ്. അപ്പോ എനിക്കിപ്പോ അനോണിമിറ്റി ഒന്നും പാലിക്കേണ്ട കാര്യമില്ല. മദ്യപാനം നിർത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതാണല്ലോ. സമൂഹത്തിന്റെ ഇടയിൽ ഇത്രയും മോശമായി നടത്താൻ ഞാനിത് നിർത്തി എന്ന ആളുകളെ അറിയിക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. അത് എന്റെ ഇഷ്ടമാണെന്നൊക്കെ കരുതും. അതേപോലെ ഇവിടെ ഒരു കുഴപ്പം നമ്മുടെ മൊത്തത്തിലെ സമൂഹത്തിനെ, ഞാൻ അനോണിമിറ്റി ലംഘിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവരെ ഇത് ബാധിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ കുഴപ്പം. അങ്ങനെ എന്റെ ഇഷ്ടത്തിന് എനിക്ക് അനോണിമിറ്റി ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അന്ന് പ്രശസ്തരായ മനുഷ്യർ, അവർക്ക് സമ്മതമാണ് അവർ അംഗത്വം പരസ്യപ്പെടുത്തുക, അതിലൂടെ അവരെ കണ്ടുകൊണ്ട് കൂടുതൽ ആളുകൾ വരിക. അപ്പൊ ഈ ഉദ്ദേശം എന്താ, നല്ലതല്ലേ? അനോണിമിറ്റി ലംഘിക്കുന്ന ഒരു അംഗവും പറയാറില്ല ഞാൻ ചെയ്യുന്ന തെറ്റാന്നല്ല അയാൾ പറഞ്ഞത്. അയാള് ഇപ്പോഴും അനോണിമിറ്റി ലംഘിച്ച അംഗങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ ചെയ്ത പ്രവർത്തനം ശരിയാണെന്ന് അവർക്ക് അവരുടെ ശരിയാണ്, അവർക്കിത് മനസ്സിലാവുന്നില്ല. നമുക്ക് തോന്നുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് പിന്നെ അങ്ങോട്ടാണല്ലോ ഈ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കാനും നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ പാഠങ്ങൾ പഠിച്ചതിന്റെ കാരണം അതാണ്. ന്യായമായ വാദപ്രതിവാദങ്ങൾ നടന്നു. എഴുത്തുകാരായ നമ്മുടെ സുഹൃത്തുക്കൾ യോജിപ്പറിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാം നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇടപെട്ട് അമേരിക്കയിലെ എല്ലാ നല്ല പത്ര സുഹൃത്തുക്കൾക്കും എഴുതിയിരുന്നു. നമ്മുടെ നയം പ്രചാരണമല്ല, ആകർഷിക്കലാണ്. വ്യക്തിപരമായ നാമധേയത്വം നമ്മുടെ ഏറ്റവും വലിയ രക്ഷാകവചമാണ്. അക്കാലം മുതൽ നമ്മുടെ എഡിറ്റർമാരും എഴുത്തുകാരും അംഗങ്ങളുടെ പേരും ചിത്രങ്ങളും നിരന്തരമായി നീക്കം ചെയ്തുകൊണ്ടിരുന്നു. പലപ്പോഴും അതിമോഹക്കാരായ നമ്മുടെ അംഗങ്ങൾ നമ്മുടെ അനാമധേയത്വ നയത്തെ കുറിച്ച് മറ്റുള്ളവരോട് ഓർമ്മിപ്പിച്ചു കൊണ്ടുവരുന്നു. ഇതിനായി പലപ്പോഴും നല്ല കഥകൾ പറയുകയും അവരുടെ സഹകരണത്തിന് അളവുകളില്ലാത്ത ശക്തിയും അവർക്ക് ലഭിക്കാൻ തുടങ്ങി. ചുരുക്കം ചില അംഗങ്ങൾ മാത്രമാണ് മനഃപൂർവമായ അനാമധേയത്വ ലംഘനങ്ങൾ നടത്തിയത്. അപ്പൊ അവിടെ വാദപ്രതിവാദങ്ങൾ അന്നും എന്നുണ്ട്. ഓരോ മനുഷ്യരും അവർ പറയുന്ന ന്യായങ്ങൾ അവതരിപ്പിച്ചു. അപ്പോ അമേരിക്കയിലെ പത്രങ്ങള് ഈ കുറച്ച് കഴിഞ്ഞപ്പോ സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ആദ്യകാലത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു നയം എടുത്തുകൊണ്ട് 7 അംഗങ്ങൾ വിചാരിച്ചാൽ പോലും അവർക്ക് അനോണിമിറ്റി ലംഘിക്കാൻ പറ്റാത്തൊരു സംഭവം അമേരിക്കയിൽ ഉണ്ടായത് നമ്മുടെ ബില്ലിന്റെ ഒരു ബുദ്ധിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അമേരിക്കയിലെ എല്ലാ പത്ര സുഹൃത്തുക്കൾക്കും ബില്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ച് വളരെ കൃത്യമായ രീതിയിലാണ് ബില്ല് ചെയ്തത്. നമ്മുടെ ഈ ജാക്ക് അലക്സാണ്ടറുടെ ഒക്കെ ലേഖനത്തിന് ബില്ല് എത്ര ഹോംവർക്ക് ചെയ്തിരുന്നു, എത്ര വട്ടം അത് വായിച്ചു എന്നൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ബില്ലിന്റെ തീരുമാനം തന്നെയാണ് അവിടെയൊക്കെ നടപ്പിലായത്. അതുകൊണ്ട് ആദ്യകാലത്ത് തന്നെ ഈ പറയുന്ന ചിത്രങ്ങളും എല്ലാം നീക്കം ചെയ്ത് അവരോട് ഇത്ര രീതിയിൽ ഇടപെട്ടത് കൊണ്ട് പത്രമാധ്യമങ്ങൾ തീരുമാനിച്ചു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനിപ്പോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വാർത്ത അയച്ചു കൊടുക്കുമ്പോൾ ഫോട്ടോ വെച്ചെങ്കിൽ ആ ഫോട്ടോ അവർ കട്ടി, പേരുകൾ അവർ ആദ്യത്തെ രണ്ടാമത്തെ പേരുകൾ കുടുംബ പേരുകൾ കട്ടി. അപ്പോ ബോബ് സ്മിത്ത് എന്ന് പറഞ്ഞ സ്മിത്ത് കുടുംബത്തിലെ ആളാണ് എന്നുള്ള ആ രീതിയിൽ അറിയപ്പെടും. അങ്ങനെ പത്രങ്ങൾ അനോണിമിറ്റി അങ്ങ് നടപ്പിലാക്കാൻ തുടങ്ങി നമ്മളോട് പറയാതെ. അത്ര രീതിയിൽ അവർക്ക് അറിയായിരുന്നു, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസിന് ഹോളായിട്ട് അതിൽ മൊത്തത്തിൽ നിലനിൽക്കാനായിട്ട് പത്രങ്ങളുടെ സഹായം നമുക്ക് കിട്ടി. പിന്നെ ചില അംഗങ്ങളോട് കഥകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ പ്രശസ്തരാവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അന്നുണ്ട്, ഇന്നുണ്ട്, എന്നും ഉണ്ടാവും. ഇതിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ആളാവാം, അറിയില്ല. ചില ആൾക്കാർ ആളാവാനാവില്ല. ചിലവർ ചിലപ്പോ ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഗുണാവും എന്ന് കരുതിയിട്ടാവും ചെയ്യുന്നുണ്ടാവുക, അറിയില്ല നമുക്ക്. എങ്ങനെയാണെങ്കിലും അവരെ ഓർമ്മപ്പെടുത്താറുണ്ട് മറ്റംഗങ്ങൾ.
ചെയ്യുന്നത് ശരിയല്ല. അനോണിമിറ്റി എന്തുകൊണ്ടാണ് അനോണിമിറ്റി നമ്മൾ ഓർമ്മപ്പെടുന്നത്? നമ്മൾ ചെയ്യാതിരിക്കണം, നമ്മുടെ ഒപ്പമുള്ള ഒരാളെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം നശിച്ചു പോകും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ നല്ല ചില അനുഭവങ്ങൾ, നമുക്കുണ്ടാകാമായിരുന്ന പല അനുഭവങ്ങളെ നമ്മൾ സ്വയം ത്യാഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വ്യക്തിപരമായിട്ടും അതേപോലെ സമൂഹം എന്ന നിലയിലും നിന്നു. കാരണം വ്യക്തിപരമായ റിക്കവറി സമൂഹം എന്ന നിലയിൽ ഉണ്ടാവുമ്പോഴാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് റിക്കവറി സാധ്യമല്ലല്ലോ. നമ്മൾ പറയാറുണ്ട്, മീറ്റിങ്ങിന് ആളില്ലെങ്കിൽ നമുക്ക് ചുമര് നോക്കി ഷെയർ ചെയ്താൽ പോരെ. എന്തുകൊണ്ടാണ് മീറ്റിങ്ങിൽ ആളുണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നത്? ആളുകൾ വരണം, നമുക്ക് ആളുകൾ വേണം. ആളുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ പരസ്പരം കൈകോർത്തുകൊണ്ട് മറ്റു മനുഷ്യരുമായി ചേർന്നുകൊണ്ട് സമൂഹവുമായിട്ട് തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോ അവിടെയും ചില ആളുകളൊക്കെ അനോണിമിറ്റി ലംഘിച്ചു. അവര് പ്രശസ്തിക്ക് വേണ്ടി പല പ്രവർത്തനങ്ങളും ചെയ്തെങ്കിലും പിന്നീട് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് പല അംഗങ്ങളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വസ്തുത. കാരണം അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ ഒരാൾക്ക് അങ്ങനെ കൊണ്ടുപോകാനൊന്നുമില്ല. ബാക്കിയുള്ള അംഗങ്ങൾ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അവരോട് വിരോധം കാണിച്ചുകൊണ്ടോ അവരെ പുറത്താക്കിക്കൊണ്ടോ അല്ല നമ്മൾ നിന്ന്. നമ്മൾ ശക്തമായ വിയോജിപ്പ് അറിയിക്കുകയും ബാക്കി കാര്യങ്ങൾക്ക് അവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്യും. അതല്ലാതെ വെറും കണ്ടൂടായ്മ കാണിക്കുക, അവരോട് മിണ്ടാതിരിക്കുക, അവർക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുക, ആ രീതിയിലായിരുന്നില്ല അന്നത്തെ കാലത്തെ പ്രവർത്തനങ്ങൾ. നമ്മളെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയാറുണ്ട്. ബില്ലിന്റെയൊക്കെ ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ്. എത്രയോ തവണ ബില്ലിനെ അടിക്കാനാഞ്ഞിട്ടുള്ള ആളുകളെ ബില്ല് വേദിയിൽ ഇരുത്തിക്കൊണ്ട് അവരെ കുറിച്ച് വളരെ നല്ല വാക്കുകൾ ബില്ലിന്റെ വായിൽ അവരെ കുറിച്ച് മോശമായിട്ട് ബില്ല് പറയാറില്ല. വളരെ അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട് ബില്ലിനൊക്കെ അവിടെ പല രീതിയിലും. ഒരു വലിയ മാറ്റമായിരുന്നു നമ്മുടെ ഫെലോഷിപ്പിന്റെ വളർച്ചയിൽ, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള മാറ്റം. ഈ പ്രോഗ്രാം എങ്ങനെ പരിശീലിക്കണം എന്ന് നമ്മളോട് കാണിച്ചു തന്നിട്ട് ഫെലോഷിപ്പ് വളർത്തുന്നതിനോടൊപ്പം തന്നെ. ഇനി ഈ ഒരു പഴയ കഥ നമ്മുടെ പൊതുജന സമ്പർക്ക പരിപാടിയിലെ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ആദ്യകാല അംഗത്തിന് ഒരാശയം തോന്നുക. അദ്ദേഹം റേഡിയോ വഴി ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ആശയം പ്രാദേശിക സ്റ്റേഷന്റെ 100 മൈൽ ചുറ്റളവിൽ സഹായം വാഗ്ദാനം ചെയ്തു. നമ്മുടെ സുഹൃത്ത് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് 12 പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര രൂപപ്പെടുത്തി. അത് അദ്ദേഹത്തിന്റെ മതപരമായ കാഴ്ചപ്പാടുകൾ കൂട്ടിച്ചേർത്ത ഒരു മിശ്രിതമായിരുന്നു. അദ്ദേഹം അതൊരു മൈതാന പ്രസംഗം പോലെ പ്രക്ഷോഭണം ചെയ്തു. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി മിതമായ ഫലമേ ഉളവാക്കിയുള്ളൂ. അന്വേഷണങ്ങൾ വന്നു, അദ്ദേഹം ഗ്രൂപ്പ് തുടങ്ങി. അപ്പോ ഈ പൊതുജന സമ്പർക്കത്തിലെ പ്രശ്നങ്ങള് ഒരു അംഗം തെറ്റ് ചെയ്യാനുള്ള അവസരം 4ാമത്തെ പാരമ്പര്യത്തിലൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹം പരീക്ഷിച്ചാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വിചാരിച്ചു എനെ ഒന്നും ഇങ്ങോട്ട് സഹായിച്ചു കളയാം, ഗ്രൂപ്പ് ഒന്ന് വിവരപ്പെടുത്തി കളയാം എന്ന് പറഞ്ഞിട്ട് റേഡിയോയിലൂടെ ഒരു പരിപാടി ആരംഭിക്കുകയാണ്. 12 പടികള്. അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് ഒരു 12 പ്രഭാഷണങ്ങൾ അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരെ അറിയിക്കുക എന്ന ബലമായിട്ട് റേഡിയോയിലൂടെ പ്രക്ഷോഭനം ചെയ്യാൻ എനെ കുറിച്ച് ഈ എയുടെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ മതപരമായ കാഴ്ചപ്പാടുകളും എയുടെ കൂട്ടത്തിൽ അദ്ദേഹം ചേർത്തു. ഉദ്ദേശം അദ്ദേഹം പറഞ്ഞത് അധ്യാസത്തിനെ സഹായിക്കാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മതത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് പറയാം. പക്ഷെ അവിടെ എന്ന 2 അക്ഷരത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് അദ്ദേഹത്തോട് പല ആളുകളും സൂചിപ്പിച്ചു ഇത് ശരിയല്ല. അദ്ദേഹം കേട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ അനോണിമിറ്റിയൊക്കെ ബ്രേക്കപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിങ്ങൾ വിചാരിച്ച പോലെയല്ല, ഇത് നിങ്ങൾ കണ്ടോളൂ, കൂടുതൽ ആളുകളെ എനിക്ക് വരും എന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം ഒരു മൈതാന പ്രസംഗം പോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാര്യങ്ങൾ പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞു. എനെ കുറിച്ച് സന്ദേശം കൊടുത്തു, ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മീറ്റിങ്ങിൽ വലിയ ഫലം ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നു. അപ്പോ വിജയത്തിൽ മതി പറഞ്ഞ അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി. അദ്ദേഹം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എഴുതി. ഒരു പ്രമുഖ ഇൻഷുറൻസ് കമ്പനി അദ്ദേഹത്തിന്റെ 12 പ്രഭാഷണങ്ങൾ ദേശീയ വാർത്താ ശൃംഖലയിൽ പ്രക്ഷേപണം ചെയ്യാൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരും അംഗത്വവും വെളിപ്പെടുത്തുന്ന ബൃഹത്തായ സംരംഭത്തിന് നല്ല പ്രതിഫലവും ലഭിക്കും. ഞങ്ങൾ എതിർപ്പ് അറിയിച്ചു, ഫലമുണ്ടായില്ല. ദേശീയ തലത്തിൽ ഇത് അനുയോജ്യമായി ട്രസ്റ്റിമാർക്ക് തോന്നുന്നില്ല എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഉപദേശിച്ചു. അദ്ദേഹം ഒരു ചുട്ട മറുപടി നൽകി. ട്രസ്റ്റിമാർ തുരയട്ടെ, ലോകം എന്റെ സന്ദേശം കേൾക്കാനായി കാത്തിരിക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ഞാൻ സംസാരിക്കും. ഈ അന്ത്യശാസ്ത്രം ഒരു ദുസ്സൂചനയായിരുന്നു. പ്രചാരണവും വ്യവസായവൽക്കരണവും അനാമധേയത്വ ലംഘനവും ഒരുമിച്ച് വന്നു. അപ്പോ അദ്ദേഹത്തിന് ചെറിയ
രീതിയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായി, ഗ്രൂപ്പായിട്ട് കുറെ ആളുകളൊക്കെ കടന്നു വരാനും ഇത് കേൾക്കാനൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് അങ്ങ് താനൊരു വലിയ സംഭവമായി എഐയുടെ കാര്യത്തിൽ എഐയിലെ പ്രഭാഷകനായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് അറിയപ്പെടാമെന്നും ഇതിലൂടെ പരസ്യമായിട്ട് വലിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാമെന്നും അദ്ദേഹത്തിന് തോന്നുകയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, നമ്മളെ എഐനെ കുറിച്ച് പറയുന്നു, ആൾക്കാരെ അന്വേഷിക്കുന്നു, അത്യാവശ്യത്തിൽ ഇതാ കടന്നു വരുന്നു, ഇവരെല്ലാം സോബറായിട്ട് എന്റെ ക്ലാസ് കേട്ടിട്ട് സോബറാവും എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. നമ്മൾ തന്നെ വിചാരിക്കില്ലേ, ഏതെങ്കിലും ഒരു എക്കാരൻ കടന്നു വരുമ്പോ ഒരു മീറ്റിംഗിൽ അവൻ നന്നായി ഷെയർ ചെയ്യും, നമ്മൾ അവനോട് കുറെ കാര്യങ്ങൾ പറയും, കുറച്ച് കഴിഞ്ഞാൽ അവൻ വീണു പോകും. അപ്പൊ നമുക്ക് നിരാശ ഉണ്ടാവും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലല്ല ഈ സോവർട്ടി നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പോ നമ്മൾ വിചാരിക്കും ആളുകളുടെ എൻക്വയറിയും അല്ലെങ്കിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ വരുന്ന പല ആളുകൾക്കും ഭയങ്കര താല്പര്യമാവും, ഇതേമാതിരി പ്രോഗ്രാം ഒന്ന് പുറകോട്ട് പോകും. നമ്മൾക്കൊക്കെ ഉണ്ടായത് തന്നെയാണ്. അപ്പൊ ഇത് ആ ഡിനയലുകളും അതേപോലെ നമ്മുടെ തലച്ചോറിലെ റീകൺസ്ട്രക്ഷൻ എളുപ്പമുള്ള പരിപാടിയല്ല. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഈ വിജയങ്ങളിലൊക്കെ നല്ല സന്തോഷം തോന്നി, ആളുകളൊക്കെ എന്നെ ഇങ്ങനെ അംഗീകരിക്കല്ലേ. അപ്പോ അദ്ദേഹവും കുറച്ച് ശ്രമങ്ങൾ നടത്തി. വേറൊരാളും അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു ഇൻഷുറൻസ് കമ്പനി അയാളെ സ്പോൺസർ ചെയ്തു. അമേരിക്കയിലെ ദേശീയ തലത്തില് മൊത്തം അമേരിക്ക ഒരു വലിയ രാജ്യമാണ്, അവിടെ അറിയപ്പെടുന്ന രീതിയിൽ അയാളുടെ പേരും എക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തുന്ന നല്ല പ്രതിഫലം കിട്ടും അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ ജീവിതം മെച്ചപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് ഓഫീസിൽ നിന്ന് എതിർപ്പ് അറിയിച്ചു. ഫലമൊന്നുമില്ല, കാരണം അദ്ദേഹം തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു ദേശീയ തലത്തിൽ താങ്കൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് ട്രസ്റ്റിമാർക്ക് തോന്നുന്നുണ്ട് എന്നാണ് അവിടുന്ന് അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ പോയി തൊലയ, നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഈ ലോകം എന്റെ സന്ദേശം കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ അവിടെ മദ്യാസക്തിയെക്കുറിച്ചും ഈ അഡിക്ഷനെ കുറിച്ചും ലോകത്തോട് പറയും. മനുഷ്യരെല്ലാം വരാനായിട്ട് ഇരിക്കുന്നുണ്ട്, എനിക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എന്റെ വിഷയമല്ല, എന്റെ പ്രവർത്തനം ഞാനായിരിക്കുന്നത്. അപ്പൊ അവിടെ 3 കാര്യങ്ങളാണ് കടന്നു വരുന്നത്. ഒന്നെന്താണ്, നമുക്ക് കിട്ടിയ ഈ സന്ദേശത്തെ നമുക്ക് ഒരിക്കലും പൈസക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. നമ്മളെങ്ങനെ ഇത് വിലക്ക് കൊടുക്കുക? നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണ്, സൗജന്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. 12-ാം പടി പ്രവർത്തനത്തിന് ഒരിക്കലും പ്രതിഫലം സ്വീകരിക്കരുത് എന്ന് നമ്മളോട് പറയാറുണ്ട്. ഇവിടെ എന്തായി, നടത്തുന്നത് 12-ാം പടിയാണ്. ലോകം സന്ദേശം ഏഴ് സന്ദേശം ലോകം കാത്തിരിക്കുന്നത് പൈസക്കാണ്. ഇദ്ദേഹം പൈസക്കാണ് ഏയുടെ സന്ദേശം മദ്യാസക്തിയെ കുറിച്ച് പറയാൻ പോകുന്നത്. ഒന്ന് അത് വന്നു. ഇനി പ്രചാരണം വന്നു, ആകർഷിക്കുന്ന തരത്തിൽ. ഇതിന്റെയൊക്കെ ഇപ്പൊ നമ്മൾ തന്നെ നോക്കിയാൽ മതി. എഐനെ കുറിച്ചിട്ട് നമ്മളിപ്പോ പരസ്യമായിട്ട് ഇപ്പോഴത്തെ നവീന സാങ്കേതിക വിദ്യയില് തർക്കങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മദ്യാസക്തി രോഗമാണെന്നുള്ളതിൽ പോലും നമ്മൾ വിചാരിക്കാത്ത കമന്റുകൾ അവിടെ വരും. അവിടെ പലപ്പോഴും എ എന്ന് പറയുന്ന ഫെലോഷിപ്പിനെ മോശമായി ബാധിക്കും. വ്യക്തികൾക്ക് അതുണ്ടായ കുഴപ്പമുണ്ടാവില്ല, അതിൽ ലിമിറ്റ് ഉണ്ട്. പക്ഷെ എനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ, നാളെ എയിലേക്ക് ഒരാള് വരാനുള്ളത് പോലും നമ്മൾ തടയലാവും. നമ്മുടെ ഫെലോഷിപ്പിനെ നമ്മൾ സംരക്ഷിക്കണം. കാരണം നമ്മുടെ ജീവന്റെ വിലയാണ്, നമ്മൾ നിലനിൽക്കുന്ന ഫെലോഷിപ്പാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് എന്ത് കുഴപ്പമുണ്ടായാലും അത് നമ്മുടെ ഫെലോഷിപ്പിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ്, കാരണം ഇത് കടന്നു വരാനിരിക്കുന്ന ഏതൊരു മദ്യാസക്തിനും വേണ്ടി തുറന്നു കൊടുക്കണം. അതാണ് നമ്മുടെ നന്ദി. നമുക്ക് കിട്ടിയ സുബോധം, നമ്മുടെ ജീവന്റെ വില, ഇത് പകർന്നുകൊണ്ടേയിരിക്കണം നമ്മൾ. അതൊരിക്കലും വ്യവസായവൽക്കരണം, പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴൊക്കെ പൈസക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്തരം മോഹങ്ങൾ വരുന്നു, നമ്മൾ എവിടെയായിരുന്നു നമ്മുടെ സുബോധം എന്ന ചിന്ത? നമ്മൾ എവിടെയാണ് നന്ദിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നന്ദികേട് കാണിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തരുത്. ഇവിടെ 3 കാര്യങ്ങൾ വന്നു. പ്രചാരണത്തിലൂടെ നമുക്ക് അങ്ങനെ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രചാരണം ചെയ്തത് കൊണ്ട് മാത്രം അത് വ്യക്തിഗതമായ പ്രചാരണമൊക്കെ ആ രീതിയിൽ നിൽക്കുമെന്ന പാടുണ്ട്. ഇവിടെ അനോണിമിറ്റി ലംഘിക്കപ്പെട്ടു, പിന്നെ പൈസയ്ക്ക് പ്രവർത്തനങ്ങൾ നടത്തി. കാരണം ഇൻഷുറൻസ് കമ്പനിയാണ് പോളിസി ചെയ്യുന്നത്, ഏടെ എല്ലാ പാരമ്പര്യങ്ങളും ലംഘിച്ചുകൊണ്ടായി. പ്രചാരകന്റെ കാഴ്ചപ്പാടിൽ ഈ പദ്ധതി വിജയമെന്ന് കണ്ടാൽ ഓരോ ആളുകളും ആൽക്കഹോളിക്സ് അനോണിമസിലെ വിൽപ്പനക്കാരാവും. അവർ ആഗ്രഹിക്കുന്ന പക്ഷം ഒരു വിൽപ്പന ചരക്കായി മാറും. നമ്മുടെ പൊതുജന സമ്പർക്കത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടും. ഈ സംഭവം വിജയിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആളുകളൊക്കെ വന്നു, അയാൾക്ക് കുറെ ശിഷ്യന്മാരുണ്ടായി, അയാൾ ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ എക്സ് എന്ന് പറയുന്ന അംഗത്തിന്റെ ഇപ്പൊ തന്നെ നമ്മൾ ഇതൊന്നും ഇല്ലാണ്ട് ആരാ ഗ്രൂപ്പ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീറ്റിംഗ് വരെ ആ വ്യക്തിയുടെ പേരിൽ അറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചാൽ മതി. ഓരോ ഗ്രൂപ്പുകളും ഇന്ന ആളുടെ നമ്മൾ പറയും അറിയാതെയെങ്കിലും. ശരിക്കും ഒരാൾ തുടങ്ങിയാൽ ഗ്രൂപ്പിന്റെ പേരിലാണോ അറിയപ്പെടുന്നത്? നാട്ടിലെ ഗ്രൂപ്പുകളിലൊക്കെ ഞാനടക്കം പലപ്പോഴും പറയാറുണ്ട് ഇന്ന ആളുടെ ഗ്രൂപ്പ്.
അങ്ങനെ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പ് അല്ല. ഇത് ഇങ്ങനെ ഇല്ലാണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ആ വ്യക്തി ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും അതിലേക്ക് കുറെ ആളുകൾ കടന്നു വരികയും ചെയ്യാണ്. ഓരോരുത്തരും ഇത് തുടങ്ങും, മത്സരങ്ങൾ വരും. റീഹാബുകാർ മത്സരിക്കുന്ന പോലെ മറ്റേ അധ്യാസത്തിനെ കിട്ടാനായിട്ട് പൊതുജന സമ്പർക്കത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകും നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എടുത്ത നയം ഇതാണ്. നന്നായി അറിയുന്ന നമ്മുടെ സുഹൃത്തിന്റെ സംസാരിക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ പാലിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ അവകാശങ്ങൾ അദ്ദേഹവും മാനിക്കണം. ഈ പ്രഭാഷണങ്ങൾ പ്രക്ഷോഭനം ചെയ്താൽ ഞങ്ങൾ ഗ്രൂപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ സ്പോൺസർക്ക് അവർ കിട്ടാൻ ആഗ്രഹിക്കാത്ത കത്തുകൾ നൽകാൻ വേണ്ടിയിട്ട്. പ്രക്ഷേപണം നടന്നില്ല. പ്രചാരണത്തെക്കാൾ ആകർഷണം എന്ന തത്വം പൊതുജന സമ്പർക്ക പരിപാടികൾ നടപ്പിലാക്കാനും സാർവത്രികമാക്കാനും ട്രസ്റ്റിമാർക്ക് കഴിഞ്ഞു. ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ താക്കോൽ ഇതാണ്. 11ാം പാരമ്പര്യത്തിന്റെ ദീർഘരൂപത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ ശുപാർശ ചെയ്യട്ടെ എന്ന് പറഞ്ഞത് യാദൃശ്ചികമല്ല. അപ്പൊ അവിടെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ മാനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഫെലോഷിപ്പിനെ നിങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങളെ ബാധിക്കുന്നതാണ്. അവിടെയാണ് മറ്റുള്ളവന്റെ അനോണിമിറ്റി ലംഘനം നമ്മളെ കൂടി ബാധിക്കുന്നതാണ്. കാരണം നമ്മുടെ ഫെലോഷിപ്പാണ്. വേറൊരാൾ കാണിക്കുന്ന തെറ്റിന് നമ്മുടെ ഫെലോഷിപ്പ്, നമ്മുടെ നിലനിൽപ്പ് മൊത്തത്തിലാണ് നിൽക്കുന്നത്. ഐക്യത്തിൽ നിൽക്കണം. ഓളായിട്ട് ഉണ്ടാവണം. എയുടെ പേര് മോശമാവാതിരിക്കുക എന്നത് എന്റെ കൂടി ഉത്തരവാദിത്തം ആയതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടും, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകൾക്കും ഇവിടുന്ന് നിർദ്ദേശം പോകും. നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്നും അവിടുത്തെ ഓരോ ഗ്രൂപ്പിലെ മെമ്പർമാരും, അമേരിക്കയിലൊക്കെ നമ്മളെ ഗ്രൂപ്പുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട് ഇത്രയും കത്തുകൾ വന്നു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കമ്പനി പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു. അന്നത്തെ കാലത്ത് നമ്മളത് ചെയ്യാറില്ല പൊതുവേ, പക്ഷെ ശക്തമായ രീതിയിൽ നമ്മൾ ഇടപെട്ട ഒരു കാര്യമായിരുന്നു അനോണിമിറ്റിക്കെതിരാണ്. അപ്പൊ നമ്മളതേമാതിരി ക്ലാസ് ട്രസ്റ്റിനെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ ചില കാര്യങ്ങളിലെ കർശനമായ ചില നിലപാടുകളൊക്കെ എടുക്കാനുണ്ട്. അത് നമ്മളെല്ലാം ഗ്രൂപ്പ് കോൺഷ്യസ് ആയിരിക്കുന്നു മാത്രം. അടിയന്തരമായ തീരുമാനങ്ങൾ നമ്മൾ പെട്ടെന്ന് എടുക്കാറുണ്ട്. അത് എനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ ആ രീതിയിൽ തന്നെയാണ് നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതും എയുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലോകവുമായിട്ട് എങ്ങനെയാ നമ്മുടെ ബന്ധപ്പെടൽ? ആ 11ാം പാരമ്പര്യത്തിന്റെ ദീർഘരൂപത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ ശുപാർശ ചെയ്യട്ടെ. മാധ്യമങ്ങൾ, മറ്റുള്ളവർ, നമ്മളെ കുറിച്ച് അറിയുന്നവർ, അവർക്കറിയാലോ, അവര് പറയട്ടെ അയാൾക്ക് കൂടി നിർത്തിയിട്ട് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ട്, അയാളോട് ചോദിച്ചാൽ അറിയാം. അവിടെയാണ് നമ്മുടെ മാറ്റം. നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആളുകളെ ഇതിലേക്ക് വരണം എന്ന് പറയുന്ന കാര്യം 11ാം പാരമ്പര്യം നമ്മളെ ഓർമ്മപ്പെടുത്താറുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെയാണ് 11ാം പാരമ്പര്യം രൂപപ്പെട്ടത്. നമുക്കിത് അർത്ഥവത്തായ ഒരു പൊതുജന സമ്പർക്ക നയമാണ്. സ്വാർത്ഥ തൽപരതയുടെ നിഷേധ സ്വഭാവമാണ്. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്ക് കാര്യമില്ല, നമ്മുടെ പ്രശസ്തിക്ക് യാതൊരു വിധ പ്രാധാന്യവും ഇല്ല എന്ന് ഓർമ്മിക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കാത്തു സൂക്ഷിക്കണം. ഓരോ അംഗങ്ങളും നമ്മൾ അനാമധേയത്വത്തെ 100% പാലിക്കുകയും നമ്മുടെ സമൂഹത്തെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉള്ള മൂടുപടമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയും വേണം. ഇത് നമുക്ക് സംരക്ഷണത്തിനപ്പുറമാണ്. ഇതിൽ ആത്മീയമായ ഒരു തണലുണ്ട്. ഇതെല്ലാം നമ്മളെ 12ാം പാരമ്പര്യത്തിലേക്ക് നയിക്കുന്നു. അനാമധേയത്വം നമ്മുടെ ആത്മീയമായ അടിത്തറയായിട്ട് രൂപപ്പെട്ടത് ഇങ്ങനെയാണ്. നമ്മൾ വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയാം. അപ്പോ 11ാമത്തെ പാരമ്പര്യം വളരെ കൃത്യമായ ഒരു പൊതുജന സമ്പർക്ക നയം നമ്മളെ രൂപീകരിച്ചു. എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതിലുണ്ടായ ചരിത്രത്തിലെ പാഠങ്ങളുണ്ട്. പല ആളുകളും അനോണിമിറ്റി ലംഘിച്ചിട്ട് നമുക്ക് വീണ് പോയാൽ വളരെ പെട്ടെന്ന് ആളുകൾ അറിഞ്ഞു. കയറി വന്നാലും അല്ലെങ്കിൽ അയാളെ കുറിച്ചുള്ള നല്ല വാർത്തകൾ ആരും അറിയാറില്ല. നേരെ മറിച്ച് മോശമായ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് നടന്നാൽ നമ്മൾ പെട്ടെന്ന് അറിയും. ഒരു അമ്പലത്തില് കൂത്ത് നടക്കുമ്പോ ആളുകളൊക്കെ ഇങ്ങനെ രാത്രി ഉറങ്ങുത്ര. അപ്പൊ അവിടുത്തെ ഒരാള് തമാശ രീതിയിൽ ചെയ്തത്, ആ ഹനുമാൻ, ഈ രാമായണം കഥയാണ് കൂത്തിറക്കുന്നത്. അപ്പൊ ഹനുമാനെ തൂങ്ങിയിടുന്ന കയറ് ഈ ചങ്ങാതിയില്ല, ഈ പിടിച്ചു വലിക്കുന്ന ഇയാള് പെട്ടെന്ന് ഈ കയറങ്ങ് വിട്ടപ്പോ ഹനുമാൻ നിലത്ത് വീണു. ഈ ലക്ഷ്മണൻ ലക്ഷ്മണൻ ആര്യപുത്ര സീതാദേവിയെ കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന്
വീണ് കിടക്കുന്ന ഹനുമാൻ 4 ചീത്ത വിളിച്ചു എന്നാ പറയുന്നത്. അപ്പൊ കൂത്തില് ഉറക്കുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി എഴുന്നേറ്റു. അത് മൊത്തം ആ കൂത്തിന് ഭയങ്കര പ്രശ്നമായി. ഈ വ്യക്തിക്ക് കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോർമൽ ഇതിങ്ങനെ ഒരു വഴിപാട് പോലെ ആളുകൾ പങ്കെടുത്താണ്. അവിടെയാണ് പെട്ടെന്ന് വിചാരിക്കാത്തൊരു സംഭവം നടക്കുന്നു, അതറിഞ്ഞു. അതേപോലെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അനോണിമിറ്റി ലംഘിക്കപ്പെട്ട് പ്രചാരണം നടത്തുന്നത് ആരും അറിയില്ല. പക്ഷെ ഈ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ഈ വ്യക്തിയുടെ മോശം ഉണ്ടാവുകയോ ചെയ്ത ഏതൊരു വാർത്തയും നമ്മൾ നോക്കിയാൽ, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾക്ക് കിട്ടുന്ന റീച്ച് എത്രത്തോളം ഉണ്ട് നോക്കിയാൽ വളരെ പെട്ടെന്ന് ഇതുവരെ ചെയ്യാത്ത ആളുകൾ വരെ അതിനെക്കുറിച്ച് പറയും, മറ്റുള്ളവരെ വിമർശിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിലയിരുത്തലെടുക്കുക. ഇതാണ് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യം. അത് ആൽക്കഹോളിക്സ് അനോണിമസിനെ മൊത്തത്തിൽ ബാധിക്കുമെന്ന കാര്യങ്ങൾ വന്നു. മാത്രമല്ല, ഓരോ വ്യക്തിയും ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി എന്താവും? നമുക്ക് ആരെയും തടയാൻ പറ്റും? ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പരസ്പര അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അധികാര വടംവലികളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ പിന്നെയും ഇങ്ങനെ പോകും ഒരു രീതിയിൽ. അപ്പോൾ ഓരോ മനുഷ്യനും അവനവന്റെ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ തന്റേതായ പ്രവർത്തനങ്ങൾ നടത്താം, എനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാരമ്പര്യങ്ങളില്ലാതെ നമ്മളെല്ലാം നമ്മുടെ രീതിയിൽ പ്രവർത്തിക്കും. അവിടെ അധികാര വടംവലികൾ ഉണ്ടാവും. ഒന്നാമത്തെ പാരമ്പര്യത്തിൽ നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ മറന്നുപോകും മദ്യാസക്തരാണെന്നുള്ളതും ഒക്കെ നമ്മൾ മറന്നുപോകും. അപ്പോ അനോണിമിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പൊതുജന സമ്പർക്ക നയത്തിന്റെ വളരെ കൃത്യമായിട്ട് നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിച്ചുണ്ടാക്കിയതാണ്. എങ്ങനെയായിരിക്കണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം കൊടുക്കേണ്ടത്? അവിടെ നമ്മുടെ സ്വാർത്ഥ തൽപരത കളയൽ കൂടിയുണ്ട്. നമുക്ക് പലപ്പോഴും പരിപൂർണമായിട്ട് സ്വാർത്ഥത ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. സ്വാർത്ഥ തൽപരതയുടെ അമിതമായ സ്വാർത്ഥത ഉണ്ടാവുകയും ഒരു കാര്യവും പ്രതിഫലമില്ലാതെ ചെയ്യുന്ന സ്വഭാവമാണ് നമുക്ക് പലപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാക്കുകയും ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിൽ സ്വീകരിക്കാൻ പറ്റാതെ മദ്യത്തിലേക്ക് കടന്നുപോയിട്ടുള്ളത്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യം നമ്മുടെ പടികളുടെ ഒപ്പം തന്നെ നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സമാധാനം ഉണ്ടാക്കും, സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കും, നമുക്ക് പല ഭാഗങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്വാർത്ഥ തൽപരത, അമിതമായ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കാൻ പറ്റാത്ത, പേരെടുക്കാതെ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത നമ്മളെ പോലെയുള്ള മദ്യാസക്തരെ അതിനെ നിഷേധിക്കലാണ്. സ്വയം നമ്മൾ മാറി നിൽക്കലാണ്. എനിക്ക് വേണ്ട ഇത്തരത്തിൽ എയിലൂടെയുള്ള കാര്യം, എനിക്ക് വേണ്ട. എയിൽ എന്റെ ജീവൻ രക്ഷിച്ചതാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അവിടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല. എന്റെ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് യാതൊരു പ്രാധാന്യം, എയാണ് മുന്നിൽ നിൽക്കേണ്ടത്, എന്റെ ഇതല്ല. അപ്പോ എക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ പ്രവർത്തനം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എയുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വരുന്നതിന്റെ കാരണം നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ഈ ഫെലോഷിപ്പ് എന്നുള്ള ബോധ്യ. പലപ്പോഴും വീണ്ടും ഉണ്ടാകുന്ന കുടിയെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്, കുടിക്കാൻ തോന്നലുണ്ടോ? എങ്ങനെ കുടിക്കാൻ തോന്നുക? ആൽക്കഹോളിക്സ് അനോണിമസിൽ ഓരോ ദിവസവും പ്രവർത്തിക്കുമ്പോൾ ഞാൻ മദ്യാസക്തനാണ്, ഏക്കാരനാണ് എന്ന് ഓർമ്മപ്പെടുത്താത്ത ഒരു ദിവസവും ഇല്ല. ഇതില്ലാതെ ആയി കഴിഞ്ഞാലാണ് മറ്റു കാര്യം നമുക്ക് കടന്നു വരുന്നത്. അവിടെ നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾക്ക് യാതൊരു പ്രശസ്തിയും ഇല്ല എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി. പൊതുജനങ്ങളുടെ അടുത്ത് നമ്മൾ എങ്ങനെ നിൽക്കണം, എങ്ങനെ നമ്മുടെ ഒന്നാം പാരമ്പര്യത്തിൽ ഐക്യപ്പെട്ട് നിൽക്കാം, മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാം, അതോടൊപ്പം നമ്മുടെ പ്രാഥമിക ഉദ്ദേശമായി മറ്റുള്ളവർക്ക് എങ്ങനെ സന്ദേശം കൊടുക്കാം. ഈ പാരമ്പര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന പോലെ പുതുമക്കാരനെ തടയുന്ന, അവന് സുബോധം എത്തിക്കുന്നത് തടസ്സം നിൽക്കുന്ന ഒന്നുമല്ല. ഭയങ്കര കടുകട്ടിയായിട്ടൊക്കെ ഞാനൊക്കെ വിചാരിച്ചു പാരമ്പര്യം ലംഘിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. ആ തെറ്റൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തെറ്റുകൾ, ആളുകൾ സംസാരിക്കുന്ന രീതി ശരിയല്ല, കുറേ തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ പാരമ്പര്യം കൂടുതൽ പഠിക്കാനും ഈ കംസ് ഓഫ് ഏജ് പോലെയുള്ള പുസ്തകങ്ങളൊക്കെയാണ് മാറ്റത്തിന് തുടങ്ങിയത്. എത്ര തെറ്റായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള തിരിച്ചറിവ് വരികയാണ്. അങ്ങനെയല്ല, പുതുമക്കാരന് സുബോധത്തിലേക്ക് എത്താനുള്ള ഒരു അവസരവും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. എല്ലാം എയുടെ ഒരു കാര്യവും ഇത് ശരിയാണ് ഇത് ശരിയല്ല നമുക്ക് പറയാൻ പറ്റില്ല. അനോണിമിറ്റി ഞാൻ പാലിക്കണം എന്നുള്ളതിനാണ്. അത് നമ്മുടെ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൃത്യമായ സംഭവമാണ്, മൂടുപടമാണ്. ഇത് സംരക്ഷണം എന്ന് പറയുന്നതിനൊക്കെ അപ്പുറമായിട്ട് നമ്മുടെ ഫെലോഷിപ്പിനെ എന്നും നിലനിർത്തി കൊണ്ടുപോകുക. നമ്മുടെ മുന്നേ കടന്നുപോയ ഓരോ പഴമക്കാരനും തന്ന ആ തണലിലാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തണലിന് വേണ്ടിയിട്ട് ഞാനും തണലുകൾ ഉണ്ടാക്കേണ്ടിയിരുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ ഒന്നാമത്തെ പാരമ്പര്യമുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മളെ 12ാം പാരമ്പര്യത്തിലേക്ക് നയിക്കുന്ന അനാമധേയത്വം. നമ്മുടെ ആത്മീയ അടിത്തറയാണ് പാരമ്പര്യം. അനാമധേയത്വം എന്ന് പറയുന്ന പാരമ്പര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഒരു കാര്യത്തിലേയും കൂടി അടിവരയിടുന്നു. ആധ്യാത്മിക അസ്ഥിവാരമാവും വ്യക്തികളെക്കാൾ തത്വങ്ങൾ മുന്നിൽ നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. ഓരോ പാരമ്പര്യങ്ങളും വ്യക്തികൾക്ക് പ്രാധാന്യമുള്ള പാരമ്പര്യങ്ങൾ വന്നു. അത് കഴിഞ്ഞ് അവസാനം പറയുകയാണ് തത്വങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 12ാം പാരമ്പര്യം വരുന്നത്. അത് അടുത്ത ആഴ്ച
പറയാൻ നേരിക്കുന്നു. എന്നെ കേട്ടിരുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.